വേദാ വിനാശിനം നിത്യം യയേനമജമവ്യയം കഥം സ പുരുഷഃ പാർത്ഥ ഖം ഘാതയതി ഹന്തികം വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപഃ ന ശോഷയതി മാരുതഃ അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവ ച നിത്യഃ സർവഗതസ്ഥാണുഃ അചലോയം സനാതനഃ അവ്യക്തോയമചിന്ത്യോയം അവികാര്യോയമുച്യത്തെ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി അഥ ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം തഥാപി ത്വം മഹാബാഹോ നൈവം ശോചിതുമർഹസി. നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് വേദാവിനാശിനം നിത്യം യയേനം അജമവ്യയം കഥം സ പുരുഷഃ പാർത്ഥ കം ഘാതയതി ഹന്തികം, ഈ ശ്ലോകത്തോടുകൂടിയാണ്. അപ്പൊ ഇവിടെ കഥം സഹ പുരുഷഃ പാർത്ഥ കം ഘാതയതി ഹന്തികം, അതായത് എങ്ങനെ സ പുരുഷഃ കഥം എങ്ങനെ ഘാതയതി ഹന്തി എങ്ങനെ കൊല്ലും കൊല്ലിപ്പിക്കും, അതേമാതിരി തന്നെ കം ആരെ കൊല്ലും കൊല്ലിപ്പിക്കും. ഇതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ പ്രകൃതം എന്ന് പറയുന്നത് ഒരു യുദ്ധക്കളമാണ്. അതുകൊണ്ട് ഹനനക്രിയ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രകൃതമായ കർമ്മം. പക്ഷെ ഇത് ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹനനക്രിയ എന്നത് മാറ്റി വെച്ചു കഴിഞ്ഞാൽ കർമ്മം കർത്ത ഈ രണ്ടെണ്ണത്തിനെ മാത്രം ഇവിടെ നമ്മൾ സ്വീകരിക്കുക. ഇങ്ങനെ സ്വീകരിക്കുമ്പോൾ ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇങ്ങനെ മാറുന്നു. കഥം സ പുരുഷഃ പാർത്ഥ കം ഘാതയതി ഹന്തികം എന്ന് പറയുന്നിടത്ത് ഇപ്രകാരം വേദ അവിനാശിനം നിത്യ, ഇപ്രകാരം ആത്മാവിനെ അവിനാശിയായിട്ട് നിത്യമായിട്ട് അജമായിട്ട് അവ്യയമായിട്ട് യാതൊരുവൻ അറിയുന്നുവോ അങ്ങനെയുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഈ ആത്മാ എങ്ങനെ കർത്താവാകും, ആത്മാ എങ്ങനെ കർമ്മമാകും എന്നാണ് നാം അർത്ഥം ഗ്രഹിക്കേണ്ടത്. അതായത് ആത്മാവിൽ കർത്തൃത്വം ആരോപിക്കുന്നതും ശരിയല്ല, ആത്മാവിൽ കർമ്മത്വം ആരോപിക്കുന്നതും ശരിയല്ല. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭുഃ ന ച കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തത്തെ എന്ന് ഭഗവാൻ ഒരിടത്ത് ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭുഃ, പ്രഭു ഈശ്വരൻ ന കർത്തൃത്വം ന കർമാണി സൃജതി എന്ന്, ന കർത്തൃത്വം സൃജതി ന കർമാണി സൃജതി. ഭഗവാന് ഈശ്വരന് ഈ ലോകത്ത് കർത്തൃത്വം എന്ന് പറയുന്നതും സൃഷ്ടിച്ചിട്ടില്ല, കർമ്മം എന്ന് പറയുന്നത്, കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒബ്ജക്ട്സ് എന്നുള്ള അർത്ഥത്തിൽ കർമ്മവും ഇവിടെ സൃഷ്ടിച്ചിട്ടില്ല എന്നർത്ഥം. അപ്പൊ ഈ കർമ്മവും കർത്താവും കൂടെ ചേരുമ്പോഴാണല്ലോ ക്രിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കർത്താവിനോടനുബന്ധമായിട്ട് നിൽക്കുന്നതാണല്ലോ ക്രിയ എന്ന് പറയുന്നത്. ഇപ്പോൾ കർത്തൃത്വം തന്നെ ഭഗവാന് ഇവിടെ ഞാൻ സൃഷ്ടിച്ചതാണ് എന്നതിലേക്ക് ഭഗവാൻ പോകുന്നില്ല. പകരം ഭഗവാൻ പറയുന്നത് പ്രഭു സൃഷ്ടിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അതേമാതിരി കർമ്മവും ഭഗവാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവും സൃഷ്ടിയുടെ ഭാഗമല്ല, കർമ്മവും സൃഷ്ടിയുടെ ഭാഗമല്ല എന്ന് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ വ്യക്തമാക്കി തരുമ്പോൾ ന കർത്തൃത്വം, വളരെ പ്രധാനപ്പെട്ടതാണിത്, ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു. ഈ അതേപോലെ തന്നെ ന കർമ്മഫല സംയോഗം, ഈ കർമ്മ ഫല സംയോഗം എന്ന് പറയുമ്പോൾ കർത്താവും ക്രിയയും കർമ്മവും കൂടെയുള്ള ആ യോഗമുണ്ടല്ലോ, ആ യോഗത്തിലാണല്ലോ അതിന്റെ അനന്തരഫലമാണല്ലോ ഫലം, കർമ്മഫലം എന്ന് പറയുന്നത്. ന കർമ്മഫല സംയോഗം, അതും ന എന്നതുമായിട്ടാണ്. കർമ്മഫല സംയോഗം അപ്പി ന സൃജതി പ്രഭു, പ്രഭു ഈശ്വരന് കർമ്മഫല സംയോഗവും സൃഷ്ടിച്ചിട്ടില്ല. പിന്നെന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്ന മുഴുവൻ? സ്വഭാവസ്തു പ്രവർത്തത്തെ, സ്വഭാവ തു മായ, മായയാ വർത്തത്തെ പ്രവർത്തത്തെ എന്നർത്ഥം. അതായത് ഈശ്വരനാല് സൃഷ്ടമായിട്ടുള്ള ഒന്നല്ല കർത്തൃത്വവും
കർമ്മവും അതേമാതിരി കർമ്മഫല സംയോഗവും ക്രിയാഫലവും എന്നർത്ഥം. അപ്പൊ ഇപ്രകാരം ഭഗവാനിൽ സൃഷ്ടമല്ലാത്ത ഒന്ന് അത് എന്തിനാൽ സൃഷ്ടമായിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് സ്വഭാവസ്തു പ്രവർത്തത അഥവാ മായയാൽ സൃഷ്ടമാക്കപ്പെട്ടതാകുന്നു ഈ മൂന്ന് ഘടകങ്ങളും. ഈ മൂന്ന് ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ കർത്താ, കർമ്മം, ക്രിയ, കർമ്മഫലം. അതായത് കർത്താവും കർമ്മവും കർമ്മഫലവും എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ വരുന്ന ഈ ഘടകങ്ങളെല്ലാം തന്നെ മായയാൽ സൃഷ്ടമായിരിക്കുന്നു. ഇവിടെ ഒരു ജീവാത്മാ എന്ന് പറയുന്നത് ഈ മായയാൽ സൃഷ്ടമാക്കപ്പെട്ട, മായയാൽ ഉണ്ടാക്കപ്പെട്ടതായ, പ്രതീതമാക്കപ്പെട്ട കർത്ത, കർമ്മ, ക്രിയാഫലം തുടങ്ങിയ എന്നിവയിൽ കടന്ന് കറങ്ങുന്നതായിട്ട് മാറിയിരിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ നമ്മളെ ഉപദ്രവിച്ചു എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ഭഗവാൻ നമ്മളെ സഹായിച്ചു എന്ന് പറയുകയും സാധ്യമല്ല. എന്തുകൊണ്ട്? ഭഗവാനിലെ കർത്തൃത്വാരോപണം സാധ്യമല്ലാത്തത് കൊണ്ട്. ഭഗവാൻ സ്വയമേവ തന്നെ പറഞ്ഞിരിക്കുന്നു, ഞാൻ കർത്തൃത്വം തന്നെ സൃഷ്ടിച്ചിട്ടില്ല ലോകത്ത്. അപ്പോൾ നമുക്ക് നാം കർത്താവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഭഗവത് സൃഷ്ടിയുടെ ഭാഗമല്ല എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം അതുകൊണ്ടാണ് ഇത് ഇത്ര പ്രാധാന്യം എന്ന് പറയുന്നത്. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു. അതുകൊണ്ട് അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ എങ്ങനെയാ നമ്മളെ തന്നെ തിരിച്ചറിയുന്നത്? കർത്താവായിട്ട്. അതുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നാം കർത്തൃത്വം നമ്മിൽ ശ്രേഷ്ഠകരമായിട്ട് നമ്മളെ പ്രസന്റ് ചെയ്യുമ്പോൾ അവിടെ ഭഗവാന് പ്രഹസന്, ഭഗവാൻ അത് ചിരിക്കുന്നു കണ്ടിട്ട്. ഭഗവാൻ പറയുന്നു, എന്നാൽ സൃഷ്ടമായിട്ടുള്ള ഒന്നിലാണ്, എന്നാൽ സൃഷ്ടമാവാത്ത ഒന്നിലാണ്, ആയിട്ടുള്ളതെന്നല്ല, ആവാത്ത ഒന്നിലാണ് നീ അഭിമാനം കൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് അഭിമാനം എന്ന് പറയുന്നത്. അപ്പോൾ അഭിമാനം കൊണ്ടിരിക്കുന്നത് ഭഗവാനാൽ സൃഷ്ടമാക്കപ്പെടാത്തതായ കർത്തൃത്വത്തിൽ. ആ കർത്തൃത്വം ആരാൽ സൃഷ്ടമാക്കപ്പെട്ടു? മായയാൽ. അപ്പൊ ഭഗവാൻ കഴിഞ്ഞാൽ പിന്നെ വേറൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായിട്ട് പറയാനുള്ളത് പിന്നെ മായയല്ലേ ഉള്ളൂ. അതുകൊണ്ട് മായയാൽ സൃഷ്ടമാക്കപ്പെട്ട കർത്തൃത്വത്തിൽ നാം അഭിമാനിതരായിട്ട് നിൽക്കുന്നു. മായയാൽ സൃഷ്ടമാക്കപ്പെട്ട കർമ്മഫലത്തിൽ നാം അഭിമാനിതരായിട്ട് നിൽക്കുന്നു. അതിനാൽ സൃഷ്ടമാക്കപ്പെട്ട കർമ്മത്തിൽ നാം അഭിമാനിതരായിട്ട് നിൽക്കപ്പെടുന്നു. അതായത് കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോടവർ പ്രവർത്തിച്ചു ഇങ്ങനെ, എന്നോടവർ ചെയ്തു, എന്നോടവർ എനിക്കെതിരായിട്ട് അവർ പ്രവർത്തിച്ചു, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ആ സന്ദർഭത്തിൽ ഞാൻ എന്നെ തന്നെ മറ്റൊരാളുടെ കർമ്മത്തിന് വിഷയമാകുന്ന വിധത്തിലുള്ള കർമ്മമായിട്ട് എടുത്തിരിക്കുന്നു. അപ്പൊ ഇത് രണ്ടും മായയാൽ ആകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഇവിടെ ഇപ്പോൾ ഈ ശ്ലോകത്തിലൂടെ വേദാവിനാശനം നിത്യം എന്നുള്ള ആ ശ്ലോകത്തിലൂടെ അവിടെ കർത്തൃത്വ നിഷേധം, കർമ്മ നിഷേധം എന്നുള്ളവയാണ് വരുത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ എല്ലാ മേഖലയിലേക്കും വ്യാപിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തെന്തെല്ലാം കർമ്മങ്ങൾ നടക്കുന്നുണ്ടോ ആ കർമ്മങ്ങൾ നടക്കുന്നതായ കർമ്മങ്ങൾ അവ അജ്ഞാനത്താലാണ് നടക്കുന്നത്, ഭഗവാനാൽ സൃഷ്ടമാക്കപ്പെട്ടവ അല്ല എന്ന്. എന്നിട്ട് നമ്മളെ ഭഗവാൻ ഇതെല്ലാം ആരോപിക്കും. അത് കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ കാണുകയുണ്ടായി. നാദത്തെ കസ്യചിത് പാപം നൈവ സുഹൃതം, നാദത്തെ കസ്യചിത് പാപം നൈവ സുഹൃതം വിഭു അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഹ എന്നൊരു കഴിഞ്ഞ ദിവസം ഒരു ശ്ലോകത്തിൽ നമ്മൾ പറയുകയുണ്ടായി. അതായത് അജ്ഞാനേന ആവൃതം ജ്ഞാനം, അജ്ഞാനത്താൽ ജ്ഞാനം മൂടപ്പെട്ടിരിക്കുന്നു. തേന മുഹ്യന്തി ജന്തവഹ, അതിനാല് ജന്തുക്കൾ മോഹിതരായിരിക്കുന്നു. നാദത്തെ കസ്യചിത് പാപം, ആരുടെ പാപവും ഭഗവാൻ സ്വീകരിക്കുന്നില്ല, ആരുടെ പുണ്യവും ഭഗവാൻ സ്വീകരിക്കുന്നില്ല. അപ്പോൾ ആ ശ്ലോകവുമായിട്ട് സംബന്ധിപ്പിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ സ്വീകരിക്കണം. അതായത് കർമ്മം, കർമ്മഫലം, കർത്ത എന്നിവ മായയാൽ ഉണ്ടാക്കപ്പെട്ടവയാണ്, ഭഗവാനാൽ ഉള്ളതല്ല. അതുപോലെ തന്നെ അവ ജ്ഞാനജന്യമല്ല, പകരം അജ്ഞാനജന്യമാണ്. അപ്പോൾ ജ്ഞാനജന്യം എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്വരൂപം ഭഗവാന്, അജ്ഞാനം എന്ന് പറഞ്ഞാൽ മായാജന്യമായിട്ടുള്ളതിനെ ഭഗവാനിൽ ആരോപിച്ചിരിക്കുന്നു. അജ്ഞാനജന്യമായിട്ടുള്ളതിനെ ജ്ഞാനജന്യമായിട്ട് ആരോപിക്കപ്പെട്ടാൽ അത് ജ്ഞാനത്തിൽ നിന്നുണ്ടായതാണ്, ജ്ഞാനസ്വരൂപനായ ഭഗവാനിൽ നിന്നുണ്ടായതാണ് കർത്താവ് എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്ന് സാരം. ജ്ഞാനസ്വരൂപമായ ഭഗവാനിൽ നിന്നുണ്ടായതാണ് കർമ്മമെന്ന് പറഞ്ഞാലും ശരിയല്ല എന്നർത്ഥം. അതായത് ഭഗവാന് ഇവിടെ കർത്തൃത്വ കർമ്മ നിഷേധങ്ങൾ സമ്പൂർണമായിട്ടും നടത്തിയിരിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. അതോടുകൂടിയിട്ട് ആ ഒരു പ്രകരണം അവിടെ അപ്രകാരം പൂർണ്ണമായിട്ട് അത് തീർന്ന പോലെയാണ്. ഇതിനുശേഷം ഭഗവാന് ഇവിടെ ഇപ്പോഴ് നമ്മള് പക്ഷേ ശരീരാഭിമാനികളാണല്ലോ.
ഈ ശരീരാഭിമാനികളെ സംബന്ധിച്ചിടത്തോളം ദേഹികൾക്കേറ്റം പ്രിയം ദേഹം എന്നുള്ളത് കൊണ്ട് ഈ ശരീരാഭിമാനികളെ സംബന്ധിച്ചിടത്തോളം ശരീരരഹിതമായിട്ടുള്ള ശരീരഭിന്നമായിട്ടുള്ള ഈ ആത്മാവിന്റെ ആത്മാവിനെ കുറിച്ച് എന്തു പറഞ്ഞു കഴിഞ്ഞാലും അതെപ്പോഴും അകന്നു നിൽക്കുന്ന പോലെ, അന്യം എന്ന പോലെ ഒരു പ്രതീതിയുണ്ട്. അപ്പൊ നമുക്കറിയേണ്ടത് ഇവിടെ ഇപ്പോഴ് ദേഹാഭിമാനിയായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് 4 വാക്കുകൾ പറഞ്ഞു എന്നോ അല്ലെങ്കിൽ 4 ശ്ലോകം ചൊല്ലിയെന്നോ അല്ലെങ്കിൽ 4 മണിക്കൂർ ആധ്യാത്മിക വിചിന്തനം നടത്തി എന്നുള്ളത് കൊണ്ടോ ആത്മജ്ഞാനം ഉണ്ടാവുന്നില്ല. പലപ്പോഴും ആണെന്നുണ്ടെങ്കിൽ അത് വർഷങ്ങളെടുത്തിരുന്ന് കേട്ട് കഴിഞ്ഞാൽ പോലും ഒന്നും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലായി എന്നുള്ള തരത്തിലൊരു തോന്നലുണ്ടാവും എന്നുള്ളതല്ലാണ്ട് അത് കാര്യത്തോടെടുക്കുമ്പോൾ ഒരു പ്രയോജനമുള്ളതായിട്ട് തീരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് ചില പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ശരീരത്തിന്റെ തലത്തിലുള്ള പ്രശ്നങ്ങളാക്കുകയാണെങ്കിൽ അവിടെ തൊട്ട് വേണം പരിഹാരം കാണാൻ. ആത്മാവിന്റെ തലത്തിലുള്ള പരിഹാരം നമുക്ക് ശരീരത്തിന്റെ തലത്തിൽ അത് പ്രായോഗികമാവുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നു മാത്രമേ ഉള്ളൂ. ജനിക്കുന്നു, മരിക്കുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് ദേഹത്തിന്റെ ഉണ്ടാകുന്ന ഈ വ്യതിയാനങ്ങളാണ് എന്നെ പീഡിപ്പിക്കുന്നത്. ജനിച്ചു എന്നുള്ളത് ജനനം മുതൽ ദുഃഖം തുടങ്ങും, മരണം വരെയും ദുഃഖം അവസാനിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നീട് ഇനിയിപ്പം ജനനം മുതൽ സുഖം തുടങ്ങുന്നു എന്ന് പറഞ്ഞാലും മരണം വരെയും സുഖം തുടരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് രണ്ടും ജനനമായാലും മരണമായി കഴിഞ്ഞാലും നമുക്ക് ഇതിനകത്ത് ഈ ഇഷ്ടവും അനിഷ്ടവും കൂടെ കടന്നു വരുന്ന ഒരു സമ്മിശ്രമായിട്ടാണ് നമുക്കിതെല്ലാം വന്നു ചേരുന്നത്, ഇഷ്ടവും അനിഷ്ടവും. അപ്പൊ അതിനകത്തുനിന്ന് നമുക്ക് സുഖകരമായിട്ടുള്ള ഒരു സ്ഥാനത്ത് നിന്നും നമുക്ക് അനിശ്ചിതത്വത്തിലേക്ക് ഒരു ഭ്രംശം ഉണ്ടായി കഴിയുമ്പോൾ ഉടനെ അനിഷ്ടം വരുന്നു. ഇതാണ് നമ്മുടെ ത്രൂ ഔട്ട് ലൈഫിൽ നമ്മൾക്ക് സംഭവിക്കുന്നത്. എന്നാൽ ഒരു ദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് വീട് എന്ന് പറയുന്ന സുരക്ഷിതമായ സ്ഥലമാണ്. മറ്റേ സ്ഥലം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാതെയാണ് ഒരുവൻ പോകുന്നതെന്നുണ്ടെങ്കിൽ പുറത്തോട്ടിറങ്ങുമ്പോൾ പലപ്പോഴും ആണെങ്കിൽ ജോലി അന്വേഷിച്ച് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം വീട് ഒരു സുരക്ഷിതമായ സ്ഥാനമാണ്. പുറത്തോട്ടിറങ്ങുമ്പോൾ ഉടൻ തന്നെ അവിടെ ഈ സുരക്ഷിതമായ സ്ഥാനത്തിൽ നിന്നും ഒരു ചലനം സംഭവിച്ചു എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഈ സ്ഥാനചലനങ്ങൾ മുഴുവനും ദുഃഖഹേതുക്കളായിട്ട് ഭവിക്കുന്നു. അപ്പൊ അതേമാതിരി ഇവിടെ ഇപ്പോൾ ഒരുവന് അവന്റെ കർത്തൃത്വത്തിൽ അഭിമാനിയായിട്ടിരിക്കുന്നു. ഇതാണ് നമ്മൾക്കൊരു പ്രശ്നം വരുന്നത്. നമ്മൾ കർത്തൃത്വത്തിൽ അഭിമാനിയായിട്ടിരിക്കെ കർത്തൃത്വത്തിൽ നിന്നും നമുക്കൊരു ച്യുതി വന്നാൽ, അതായത് ചുരുക്കത്തിൽ കർത്തൃത്വം ഉപേക്ഷിക്കപ്പെട്ടു പോയാൽ, ഇല്ലാതായി പോയി എന്ന് വിചാരിക്കുക. അപ്പോഴാണല്ലോ അതിനെ ചലനം അതിൽ നിന്ന് മാറി എന്ന് പറയുന്നത്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അതൊരു ദുഃഖകരമായിട്ടുള്ള ഒന്നായിരിക്കും, സ്വസ്ഥമായിരിക്കില്ല എന്നുള്ള ഒരു ഭീതി ഒരുവനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഒരുവനും കർത്തൃത്വം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല. അത് അത്യധികം ബലമുള്ള ഒന്നായിട്ട് അവനവന്റെ അവിഭാജ്യ ഘടകമായിട്ട് നിൽക്കുന്നു. അപ്പൊ ഇങ്ങനെ കർത്തൃത്വം എന്ന് പറയുന്നതിനെ മുറുക്ക പിടിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് ജീവിതം തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ഉപേക്ഷിക്കുക നമുക്ക് സാധ്യമല്ല എന്ന് മാത്രമല്ല, അതിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവനവന്റെ അസ്തിത്വം തന്നെ ഒലിച്ചു പോയതായിട്ടാണ്. പിന്നെ അവന് പിന്നെ ജീവിതമില്ലല്ലോ. ഈ മാതിരിയുള്ളൊരു തോന്നലാണ്. കർത്തൃത്വത്തിൽ തന്നെ ഉണ്ടായത് മായയാലായതുകൊണ്ട്, മായ എന്ന് പറയുന്ന അജ്ഞാനമായതുകൊണ്ട് അജ്ഞാനജന്യമായിട്ടുള്ള, അജ്ഞാന പ്രേരിതമായിട്ടുള്ള അജ്ഞാന വികാരം, ഇതൊക്കെ നമുക്ക് പറയാം. അജ്ഞാനം തന്നെയാണ് നമുക്ക് ഈ കർത്തൃത്വം എന്ന് പറയുന്നത് ഇത്ര വിലപിടിപ്പുള്ളതായിട്ട് നമ്മളിൽ നാം തന്നെ കർത്തൃത്വത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നർത്ഥം. അപ്പൊ ഇത് വെച്ചുകൊണ്ട് വേണം നമ്മൾ വേദാന്തത്തെ കാണുവാൻ. അതായത് ഒരു ഭക്തൻ എന്നുള്ള ഒരു അഭിമാനിയാണ് എന്നുണ്ടെങ്കിൽ കർത്താവ് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. ഒരു കർമ്മി എന്നുള്ള അഭിമാനിയാണെങ്കിൽ കർത്താവ് തന്നെയാണ് നിൽക്കുന്നത്. ഇനി ഞാൻ ഒന്നും ചെയ്യുന്നവനല്ല, ഒന്നും ചെയ്യാത്തവനാണ് എന്നുള്ള അഭിമാനത്തോടുകൂടി നിൽക്കുകയാണെങ്കിൽ അവിടെയും കർത്താവ് തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നവനാണ് എന്നുണ്ടെങ്കിൽ അവിടെയും കർത്താവ് തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ സമൂഹത്തിനെ നയിക്കുന്നവനാണ് എന്നുള്ള രീതിയിൽ ലീഡർഷിപ്പോടുകൂടിയവനാണ് എന്നുള്ള അഭിമാനത്തോടുകൂടി നിൽക്കുന്നതെങ്കിൽ അവിടെയും കർത്താവ് തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ കർത്തൃത്വം വിട്ടുകളഞ്ഞിട്ട് നമുക്ക് ഒരു ജീവിതം തന്നെ ഇല്ല. അതവിടെ നിൽക്കേ. ഈ കർത്താവിനെ കർത്താവായിട്ട് നിർത്തിക്കൊണ്ടിരിക്കുന്നത് അവന് ഈ കർത്തൃത്വം എന്ന് പറയുന്നത് ശരീരമില്ലെങ്കിൽ പിന്നെ കർത്തൃത്വത്തിന് പ്രസക്തിയില്ലല്ലോ. അതുകൊണ്ട് ശരീരം എന്ന് പറയുന്നതും ഈ കർത്താവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. നമ്മുടെ ശരീരമാണ് നമ്മളെ കർത്താവായിട്ട് നിർത്തിയിരിക്കുന്നത്. അതായത് ജീവനുണ്ടെങ്കിലല്ലേ ഉള്ളൂ കർത്താവ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. അതുകൊണ്ട് ശരീരത്തിന്റെ വൃദ്ധിക്ഷയങ്ങൾക്കനുസരിച്ചിട്ട് ഒരുവന് അലാഭപ്രതീതികൾ, അതായത് നഷ്ടം ലാഭം തുടങ്ങിയിട്ടുള്ള പ്രതീതികൾ ഉണ്ടാകുന്നു.
എനിക്ക് പ്രായമായി, ഇനി എന്നെ കൊണ്ടൊന്നും സാധ്യമല്ല എന്ന് പറഞ്ഞ് നിരാശകൾ ഉണ്ടാകുന്നു. അല്ലെന്നുണ്ടെങ്കിൽ എനിക്കിത് നല്ല പ്രായമാണ്, എന്നെ കൊണ്ട് നേടാൻ സാധിക്കുമെന്നുള്ള തരത്തിലുള്ള വിശ്വാസം പ്രകടമാവുന്നു. ഇതെല്ലാം ഈ ശരീരത്തെ വെച്ചുകൊണ്ടാണ്. ഈ ശരീരത്തിന്റെ വൃദ്ധിയെ, എന്റെ ശരീരം വളരെ ദുർബലമാണ്, ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത തരത്തിലാണ് എൻ്റെ ശരീരത്തിന്റെ ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശക്കുന്നില്ല, വിശപ്പ് വരുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ദേഹം മെലിഞ്ഞുണങ്ങിപ്പോകുന്നു, വയസ്സ് വളരെ ചെറുതാണ്. പക്ഷേ ഇത് ഈ ശരീരത്തിന്റെ ദുർബലത വ്യക്തിയുടെ വ്യക്തിത്വത്തെ തന്നെ ബാധിക്കുന്നു. അപ്പൊ നമ്മുടെ വ്യക്തിത്വം നിൽക്കുന്നത് ശരീരത്തിനെ ആശ്രയിച്ചായിട്ടാണ്. ശരീരത്തിന്റെ പുഷ്ടിക്കനുസരിച്ച് വ്യക്തിത്വ വികാസം സംഭവിക്കുന്ന പോലത്തെ നമുക്കൊരു പ്രതീതി ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തില് ശരീരത്തിനെ നിസ്സാരവത്കരിച്ചുകൊണ്ട് നമുക്ക് ആധ്യാത്മിക പഠനം മുന്നോട്ട് കൊണ്ടുപോവുക സാധ്യമല്ല. കേവലം ആത്മാവിന്റെ അകർത്തൃത്വ സ്വഭാവത്തോടു കൂടിയ, അല്ലെങ്കിൽ അതേമാതിരി കർമ്മരഹിതമായിട്ടുള്ള കേവല ആത്മാവിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് ഭഗവത്ഗീതാ പഠനം നമുക്ക് പൂർത്തിയാക്കുക സാധ്യമല്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട്? ഇവിടെ നമുക്ക് ഇനിയുണ്ട് ഒരുപാട് മേഖലകൾ പഠിക്കാനുണ്ട്. അതിലൊരു മേഖലയാണ് ശരീരത്തിന്റെ സ്ഥിതി, വേറൊരു മേഖലയാണ് ഈ ശരീരം വിട്ടുകഴിഞ്ഞാൽ ജീവാത്മാവിന്റെ സ്ഥിതി, വേറൊരു മേഖലയാണ് ജീവാത്മാ എന്ന് പറയുന്നതിന്റെ ആ കർത്തൃത്വം തുടങ്ങിയിട്ടുള്ളതിന്റെ മേഖല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല മേഖലകൾ കൂടി നമുക്ക് ഈ സമയത്ത് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് ഭഗവാന് അടുത്ത ശ്ലോകം തൊട്ട് പഠിപ്പിക്കുകയാണ്. എന്താണ് ശരിക്കും ശരീരത്തെ സംബന്ധിച്ച് എന്താണ് സംഭവിക്കുന്നത്? അതാണ് 22ാമത്തെ ശ്ലോകത്തില് വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃണ്ണാതി നരഹ അപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. അപ്പൊ അതിന്റെ അന്വയം ഇങ്ങനെയാണ്: യഥാ ജീർണാനി വാസാംസി വിഹായ നരഹ അപരാണി നവാനി ഗൃണ്ണാതി തഥാ ദേഹി ജീർണാനി ശരീരാണി വിഹായ അന്യാനി നവാനി സംയാതി. എപ്രകാരമാണോ വാസാംസി വസ്ത്രങ്ങൾ ജീർണാനി ജീർണിച്ച വസ്ത്രങ്ങൾ യഥാ വിഹായ ഉപേക്ഷിച്ചിട്ട്, വിഹായ എന്നുള്ളതിന്റെ ധാതു ഹായാണ്. ഹാ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക. അപ്പൊ വിശേഷേണ എന്നർത്ഥം, വളരെ നല്ലതുവണ്ണം ഉപേക്ഷിച്ചിട്ട് വിഹായ. നവാനി, ഈ വാസാംസി എന്നുള്ളത് ഇവിടെ ചേർക്കണം. നവാനി വാസാംസി, പുതിയ വസ്ത്രങ്ങൾ. ഗൃണ്ണാതി സ്വീകരിക്കുന്നത്. ആര്? നരഹ. അപരാണി എന്നുള്ളത് നവാനിയും കൂടെ ചേരുന്നു. അങ്ങനെ അപരാണി നവാനി, അപരാണി മറ്റ്, നവാനി പുതിയ, വാസാംസി വസ്ത്രങ്ങൾ, മറ്റ് പുതിയ വസ്ത്രങ്ങൾ സ്വീകരിക്കുന്നത് പോലെ. യഥ എന്ന് പറയുമ്പോൾ പോലെ. തഥ അപ്രകാരം ശരീരാണി ജീർണാനി വിഹായ, ജീർണാനി ശരീരാണി വിഹായ, ജീർണമായിട്ടുള്ള ശരീരത്തെ ത്യജിച്ചിട്ട്, ഉപേക്ഷിച്ചിട്ട്, അന്യാനി നവാനി സംയാതി, അന്യാനി മറ്റ്, നവാനി പുതിയ, ദേഹ ശരീരാണി എന്നുള്ളതും കൂടെ ചേർക്കണം. ശരീരാണി സംയാതി, ശരീരങ്ങൾ സ്വീകരിക്കുന്നു. ആര്? ദേഹി എന്നർത്ഥം. അപ്പൊ ആദ്യത്തെ വരിയില് നരഹ വാസാംസി എന്നുള്ളതുമായിട്ടാണ്. നരൻ വസ്ത്രങ്ങള്, രണ്ടാമത്തെ വരിയില് ദേഹി ശരീരങ്ങള്. ഇതാണ് ഇവ തമ്മിലുള്ള ആ ഉപമ കാണിച്ചിരിക്കുകയാണ്. എപ്രകാരമാണോ പഴയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചിട്ട് പുതിയ വസ്ത്രങ്ങൾ നരൻ സ്വീകരിക്കുന്നത്, അപ്രകാരം പഴയ ശരീരം ഉപേക്ഷിച്ചിട്ട് പുതിയ ശരീരം ആത്മാ സ്വീകരിക്കുന്നു. ഇത് നമുക്ക് ബൃഹദാരണ്യകോപനിഷത്തിനകത്ത് ഒരു മന്ത്രമുണ്ട്. തദ്യഥാ തൃണജലായുക തൃണസ്യാന്തം ഗത്വാ അന്യം ആക്രമ്യ ആത്മാനം ഉപസംഹരതി ഏവമേവ അയമാത്മാ ഇദം ശരീരം നിഹത്യ അവിദ്യാം ഗമയിത്വാ അന്യം ആക്രമ്യ ആത്മാനം ഉപസംഹരതി എന്ന്. അത് ബൃഹദാരണ്യകം 4:4-3. ഇവിടെ പറയുന്ന അർത്ഥം ഇതാണ്: തദ്യഥ എപ്രകാരമാണോ തൃണജലായുഗം എന്ന് പറയുന്നത് ഈ പച്ചലപ്പുഴ, തൃണജലായുഗം
തൃണസ്യാന്തം ഗത്വ, ഈ ഒരു അതായത് ഈ പച്ചിലപ്പുഴു ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഒരു ഇലയുടെ അറ്റത്തെത്തിയിട്ട് തൃണസ്യാന്തം ഗത്വ അന്യം ആക്രമ്യ, അടുത്ത ഇലയെ കണ്ടിട്ട് അതിലേക്ക് ഒരു അറ്റം മുട്ടിച്ചിട്ട് ആത്മാനം ഉപസംഹരതി, അതിന്റെ പിൻഭാഗം അത് പഴയ ഇലയിൽ നിന്നും പിൻവലിച്ച് ഉപസംഹരതി ഏവം അയം ആത്മാ, എന്നിട്ട് പുതിയ ഇലയിലേക്ക് പ്രവേശിച്ചത് അതങ്ങനെ കടന്നു പോകുന്നു. അപ്രകാരം അയം ആത്മ, അപ്രകാരം ഈ ആത്മാ ഇതം ശരീരം നിഹത്യ, ഈ ശരീരത്തെ നിഹത്യ, അവിടെയും നിഹത്യ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചിട്ടെന്നർത്ഥം. ഇതം ശരീരം നിഹത്യ, ഈ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് അവിദ്വാം ഗമയിത്വ, ഈ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് അത് ആദ്യം അവിദ്യയിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ അവിദ്യ എന്ന് പറഞ്ഞാൽ കാരണശരീരത്തെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് കാരണശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. കാരണശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ലോക സംബന്ധമായ അല്ലെങ്കിൽ വ്യവഹാര സംബന്ധമായ യാതൊന്നും അറിയാത്തതായ തലത്തിലേക്ക് മാറുന്നു എന്നർത്ഥം. നിഹത്യ അവിദ്യാം ഗമയിത്വ അയം ആക്രമ്യ ആത്മാനം ഉപസംഹരതി. അവിടെ അപ്രകാരം അത് നമ്മൾ അൺകോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് പോയി എന്ന് പറയത്തില്ലേ, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവിദ്യ എന്ന് പറഞ്ഞത്. ഈ അബോധത്തിലേക്ക് പോയിട്ട് ബോധത്തിനെ ഈ ശരീരത്തിൽ നിന്നും ഉപസംഹരിക്കുന്നു എന്നർത്ഥം. അതിനുശേഷം എങ്ങോട്ട് പോകുന്നു? പിന്നീട് അടുത്ത ശരീരം അവിടെ നിന്നുകൊണ്ട് അടുത്ത കർമ്മഫലം, അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം മായയാലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് അടുത്ത കർമ്മഫലം അവിടെ റെഡിയായിട്ടുണ്ട്. ആ കർമ്മഫലത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ശരീരത്തിലേക്ക് അവിടെ നിന്നും യാത്രയാകുന്നു എന്ന് സാരം. അപ്പൊ ഈ മന്ത്രം ഇവിടെ ഇപ്പോൾ പറഞ്ഞത് എപ്രകാരമാണ് മരണം സംഭവിക്കുന്നതെന്ന്. അപ്പൊ അതിന് സമാനമായിട്ടാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത് വാസാംസി ജീർണാനി, ഈ പഴയ ശരീരം ഉപേക്ഷിച്ചിട്ട് പുതിയ ശരീരം സ്വീകരിക്കുന്നു എന്നത് പോലെ അത്രയ്ക്ക് നിസ്സാരമായ ഒരു കാര്യമാകുന്നു മരണം എന്ന് പറയുന്നത്. അപ്പൊ മരണമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ആ മരണത്തിന് സമാധാനം ഭഗവാൻ പറഞ്ഞിരിക്കുകയാണ്. മരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ മരണം സംഭവിക്കുന്നത് എന്തിനാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമുക്ക് പല സന്ദർഭത്തിലാണെന്നുണ്ടെങ്കിലും നമുക്ക് വിലയുള്ളത് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകുന്നു. വിലയില്ലാത്തത് നഷ്ടപ്പെടുമ്പോൾ ദുഃഖം ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, നമുക്ക് സന്തോഷം ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ എപ്പോഴാണോ ദേഹം ദുഃഖം തരാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ജീവിതം ദുഃഖം തരാൻ തുടങ്ങുന്നത്, ആ സന്ദർഭത്തിൽ നമ്മൾ മരിച്ചാൽ മതി എന്ന് തന്നെ തോന്നിപ്പോകുന്ന സ്ഥിതിവിശേഷത്തിലേക്കും കൂടെ എത്തുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് വേണം മരണം എന്ന് പറയുന്നത് ദുഃഖമെന്ന് നമ്മൾ ഉടനെ എടുക്കരുത്. അത്യധികം ശാരീരിക വേദന അനുഭവിക്കുന്ന, പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ശാരീരികമായിട്ടുള്ള പലവിധത്തിലുള്ള പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ ഭീഷ്മരെ പോലെ ഉള്ള മഹാത്മാക്കളായിരിക്കണം. അവർക്ക് എത്ര ശരീരത്തിന് പീഡനം ഉണ്ടായിക്കഴിഞ്ഞാലും അതിനകത്ത് അവർ ആ ശരീരത്തിന്റെ തലത്തിലല്ല നിൽക്കുന്നത്, അതിനപ്പുറത്തേക്ക് കടന്നവരാണ്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ശാരീരിക പീഡനം അത്യധികമായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അവർ ആഗ്രഹിച്ചു പോകുന്നത് ഈ ശരീരം വിട്ടിട്ട്, ദേഹം വിട്ടിട്ട് മരിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണമെന്ന് പറയുന്ന ഒരു സ്ഥാനമാണ്, ജീവിതം എന്ന് പറയുന്ന ഒരു സ്ഥാനമാണ്. ജനനത്തിന് മുമ്പ് എന്ന് പറയുന്നത് നമുക്കൊരു അവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു. അതേപോലെ ജീവിതം എന്ന് പറയുന്നത് മറ്റൊരു അവസ്ഥാവിശേഷമാണ്. ആ അവസ്ഥയ്ക്ക് ശേഷം മറ്റൊരവസ്ഥയിലേക്ക് തന്നെ പോകലാണ് മരണം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ വീണ്ടും വീണ്ടും ഭഗവാന് വിശദീകരിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ കാണാം. ചുരുക്കത്തിൽ ഇവിടെ ഇപ്പം മരണത്തെക്കുറിച്ച് എടുത്തിരിക്കുന്നു. നമ്മുടെ ഒരു ഇമ്മീഡിയറ്റ് ഒരു പ്രോബ്ലം ഓഫ് വറി എന്ന് പറയാൻ നമുക്ക് അതിനേക്ക് പറയാം. നമുക്കൊരു വിഷയം, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു വിഷയമാണ് മരണം. അതിനെക്കുറിച്ച് ഒറ്റ വാക്കിൽ എന്ത് മറുപടി ഭഗവാൻ പറയുന്നു? ഇത്രയേ ഉള്ളൂ. അതായത് പഴയ ശരീരം ഉപേക്ഷിച്ചിട്ട് പുതിയ ശരീരം സ്വീകരിക്കുന്നത് പോലെ നല്ലൊരു ഏർപ്പാടാണ് മരണം. അത്രയേ ഉള്ളൂ. മോശം ഏർപ്പാടില്ലല്ലോ. പഴയ വസ്ത്രം ഉപയോഗിച്ചിട്ട് പുതിയ വസ്ത്രം ഉപയോഗിക്കുന്ന മോശം ഏർപ്പാടല്ലല്ലോ, അത് നല്ലതല്ലേ. ഓരോ അതാണ് പണ്ട് കാലത്ത് നമ്മൾ ഈ ഓണത്തിനും വിഷുവിനും. അപ്പോൾ അന്ന് ഇത് പറയുമ്പോൾ ഇത് വലിയ കാര്യമുണ്ട്. കാരണം എല്ലാ ദിവസവും പുതുവസ്ത്രങ്ങളെന്ന് പറയുന്ന ഒന്നില്ല. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം പുത്തൻ ഏതാണ് പഴയതാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ എല്ലാം ഒരുപോലെ ഇരിക്കും.
പക്ഷെ ആ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കർക്കടകം വരെയും കറുത്ത് വരും. കർക്കടകം കഴിയുമ്പോഴത്തേക്ക് അതാണ് കർക്കടകത്തിലെ പഞ്ഞം കളയുക എന്ന് പറയുന്നത്. ഈ പഞ്ഞം കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിലെ കൈക്കല തുണി മാത്രമല്ല കളയുന്നത്, അതോടൊപ്പം അവിടെ ഉണ്ടായിരുന്നത് മിക്കവാറും 1-2 ആയിരിക്കും. അതുവരെയുള്ളത് മുഴുവൻ കളഞ്ഞിട്ട് പുതുച്ചിങ്ങത്തിലേക്ക് പുതിയതായിട്ട് അത് കിട്ടുന്നു. അത് ഓണത്തിന് കിട്ടുന്നു, അതേമാതിരി വിഷുവിനും കിട്ടുന്നു. ഇങ്ങനെയൊക്കെ പല സംഭവങ്ങളും ഉണ്ടാവും. അതിന്റെ ശരിയായിട്ടുള്ള ഡീറ്റെയിൽസ് എന്നെക്കാളും കൂടുതൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് അതിനൊക്കെ കടക്കുന്നില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ പറയുന്നു, ഒന്ന് അജവും അമരവും അജം അവ്യയം തുടങ്ങിയിട്ടുള്ള ആത്മാവിനെ കുറിച്ച് പറഞ്ഞു. 2 നശിച്ചു പോകുന്നതായ ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു. 3 ദേഹം വിട്ടിട്ട് തൃണാജല യുഗം എന്നുള്ള ആ ഒരു പ്രയോഗം നടത്തിയല്ലോ. അപ്പൊ അതേമാതിരി ഒരു ഉത്ക്രമണം നടത്തുന്ന ദേഹത്തിൽ നിന്നും ദേഹത്തിലേക്ക് പോകുന്നതായ ഒരു ജീവാത്മാവിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുക. എന്താണ് ജീവാത്മാവ് ഉണ്ടോ ഇല്ലയോ അതങ്ങ് പറ. അതല്ല എന്നുണ്ടെങ്കിൽ കർത്തൃത്വം ഉണ്ടോ ഇല്ലയോ എന്ന് പറ, അത് പറ. അപ്പം ഭഗവാൻ പറഞ്ഞു കർത്തൃത്വം ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതമല്ല. കാരണം കർത്തൃത്വം എന്ന് പറയുന്നത് ഉണ്ട്, എനിക്കുണ്ട്. ഇനി ഭഗവാൻ പറയാണ് ആത്മാ അജവും അവ്യയവും ജനന മരണങ്ങൾക്ക് അപ്പുറവും ഉള്ളതാണെന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതമല്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തികളും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണോ ഭഗവാന് പറയുന്നത് അതിന്റെ നേർ വിപരീതമാണ് നമ്മുടെ ജ്ഞാനം. പോയിന്റ് നമ്പർ 1 ഇതാണ്. അതായത് ഭഗവാൻ ഭഗവത്ഗീതയുടെ ഉപദേശത്തിന്റെ ആരംഭത്തിൽ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അതിന്റെ നേരെ വിപരീതമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അനുഭവം. അതായത് കർത്തൃത്വം ഇല്ല എന്ന് ഭഗവാൻ പറഞ്ഞാൽ കർത്തൃത്വം ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. മരണമില്ല എന്ന് ഭഗവാൻ പറഞ്ഞാൽ മരണമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. ഇങ്ങനെയാകുന്നു പോക്ക്. അപ്പൊ അത് കാരണം ഭഗവാന് ഇവിടെ വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കേണ്ടതുണ്ട്. ആ സ്ഥാപിച്ചെടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ആത്മാ മരിക്കുന്നില്ല എന്നുള്ളത് സ്ഥാപിക്കണം. അപ്പൊ ആത്മാ മരിക്കുന്നില്ല എന്ന് സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ മരിക്കുന്നത് എന്താണെന്നുള്ളതും സ്ഥാപിച്ചെടുക്കണം. അപ്പൊ മരിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മരിക്കാത്തത് എന്താണെന്നുള്ളത് നമുക്ക് വേർതിരിക്കാവില്ല. അപ്പൊ ഇവിടെ ഈ മരിക്കുന്നതും മരിക്കാത്തതുമായിട്ടുള്ള 2 എണ്ണമുണ്ട്. അത് മരിക്കുന്നതും മരിക്കാത്തതുമായിട്ടുള്ള 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുന്നത് എന്ന് പറയുന്നത് പ്രപഞ്ചം ആയിട്ട് എന്തൊക്കെയാണോ ഇവിടെ ഉള്ളത് അതാണ് മരണ വിഷയമായിട്ട് മരണവിധേയമായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മരണം എന്ന് പറഞ്ഞാൽ എന്താ? മരണം എന്ന് പറയുന്നത് അവിടെ ഉത്പത്തി അല്ലെങ്കിൽ ജനനം എന്ന് പറയുന്ന അവസ്ഥാവിശേഷത്തിന്റെ അന്ത്യാവസ്ഥയാകുന്നു മരണം എന്ന് പറയുന്നത്. പക്ഷേ അത് അന്ത്യമെന്നുള്ളതല്ല, മരണമെന്ന് പറയുന്നത് ജന്മത്തിന്റെ തുടക്കവുമാകുന്നു. ഇവിടെ മരണമെന്ന് പറയുന്നത് ജന്മത്തിന്റെ തുടക്കമാകുന്നു, ജന്മം എന്ന് പറയുന്നത് മരണത്തിന്റെ തുടക്കവുമാകുന്നു. ചുരുക്കത്തില് ഇത് ഒന്നിനു ശേഷം ഒന്നായിട്ട് ആവർത്തിച്ചു വരുന്ന ഒന്നാണ്. അതിനാല് ഇവിടെ ആത്യന്തിക വിനാശം എന്ന് പറയുന്ന ഒന്നില്ല. ഇതെന്തിനെ സംബന്ധിച്ചിട്ടുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വേറൊന്നിനെ കുറിച്ചുള്ളതല്ല. ഇതാണ് പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുവിനെ കുറിച്ചും എന്നുള്ളത് പ്രപഞ്ചത്തിലെ ആകെക്കൂടെയുള്ള എല്ലാത്തിനെയും സംബന്ധിച്ചും ഇതൊന്നു മാത്രമേ പറയാനുള്ളൂ. അതായത് ഒന്നിനും ആത്യന്തിക വിനാശം എന്ന് പറയുന്നതില്ല. ഒന്ന് വിനാശത്തിലേക്ക് പോയി നശിച്ചു എന്ന് പറയുന്നത് മറ്റൊന്നിന്റെ ജനനം എന്നുള്ളത് മാത്രമേ അർത്ഥമുള്ളൂ. അത് ചുരുക്കത്തിലെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഒരു തടി വെട്ടി എന്ന് പറഞ്ഞാൽ ഒരു മരം മുറിച്ചു, മരം നശിച്ചു. ഇപ്പം പിന്നെന്തോ മരം മുറിച്ചു കഴിഞ്ഞാൽ തടിയുണ്ടല്ലോ, അപ്പോൾ അതിനെയാണ് തടി എന്ന് പറയുന്നത്. തടിയുണ്ട്. ഇനിയിപ്പം തടി മുറിച്ചു, തടി എന്ന് പറയുന്നത് ഇല്ലാണ്ട് പോയി. തടി ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം എന്തായി? പലകയുണ്ട്. എന്ത് പറയാം? പലക എന്ന് പറഞ്ഞാൽ നമ്മൾ വാതിലിന് വേണ്ടിയിട്ടാണ് പലക മുറിച്ചതെങ്കിൽ വാതിൽ പലകയുണ്ട് എന്നർത്ഥം. അപ്പൊ ഇങ്ങനെ ഇനിയിപ്പോ അത് തടി കത്തിച്ചു, അങ്ങനെ ആകുമ്പോൾ തടിയേ ഇല്ലല്ലോ, തടി നശിച്ചല്ലോ. തടി നശിച്ചു കഴിഞ്ഞാൽ ചാരമുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പൊ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മാറിയിട്ട് മറ്റൊന്ന് ഉണ്ടാകുക എന്നുള്ള പ്രക്രിയ മാത്രമേ പ്രപഞ്ചത്തിൽ നടക്കുന്നുള്ളൂ. ഈ പ്രക്രിയയിലെ ചാരം ജനിച്ചപ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് സംഭവിച്ചതാണ് തടി മരിക്കുക എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതാണ് ജനന മരണ പ്രക്രിയയുടെ രഹസ്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നടക്കുന്നത് മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ആത്യന്തിക വിനാശം, അതേമാതിരി ഒന്നുമില്ലായ്മയിൽ നിന്നുള്ള ഒരു ഉത്പത്തി, ഇത് രണ്ടും ഇല്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉത്പത്തിയില്ല. ഏതൊരു ഉത്പത്തിയും ഒരു ഭാവവികാരം മാത്രമാണ്.
അതേമാതിരി ഒന്നുമില്ലായ്മയിലേക്ക് പോകുന്ന ഒരു ആത്യന്തിക വിനാശം എന്ന് പറയുന്നില്ല. അവിടെയും മറ്റൊന്നായി മാറുന്ന ഒരു ഭാവവികാരം മാത്രമേ ഉള്ളൂ. ഇതാണ് പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ വസ്തുക്കളെ സംബന്ധിച്ചും ഉള്ളത് എങ്കിൽ ഇത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്നിലേക്ക് സംക്രമിപ്പിച്ചു കഴിഞ്ഞാൽ അത് എവിടെ ബാധകമാകുന്നു? അതിപ്പോൾ എവിടെയാണ് ബാധകമാകുന്നത്? എവിടെ ബാധകമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നിലെ ഏതു ഭാഗമാണ് പ്രപഞ്ചത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്? എന്നിലെ ഏത് ഭാഗമാണ് പ്രപഞ്ചത്തിന്റെ ഭാഗമല്ലാതായി നിൽക്കുന്നത്? ഇത് നോക്കിയാൽ മതി. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്നിലെ ഏത് ഭാഗമാണ് പ്രപഞ്ചത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്? അപ്പം പ്രപഞ്ചത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പ്രപഞ്ചം എന്താണ്? കാണപ്പെടുന്നതാണല്ലോ പ്രപഞ്ചം. അപ്പം കാണപ്പെടുന്ന പ്രപഞ്ചത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതെല്ലാം തന്നെ പരിണാമ വിധേയമായിട്ടുള്ളതാകയാൽ അവ ഉത്പത്തി വിനാശം എന്നുള്ള രീതിയിൽ ഈ ക്രമത്തിലുള്ള ഈ മാറ്റത്തിന് വിധേയമായിട്ടുള്ളതിന്റെ ഭാഗമായിട്ടുള്ളതാണ് നമ്മുടെ ശരീരവും. അതായത് ഞാനെന്ന് അഭിമാനിക്കുന്ന ആ വ്യക്തിയുടെ അഭിമാനത്തിന് കാരണമായി ഏതൊരു ശരീരമുണ്ടോ ആ ശരീരം മറ്റൊന്ന് പരിണമിച്ചുണ്ടായതാണ്. അപ്രകാരം മറ്റൊന്ന് പരിണമിച്ചുണ്ടായപ്പോൾ അത് നശിച്ചിട്ടിത് ജനിച്ചതാണ്. അതുകൊണ്ട് ഇത് നശിച്ചിട്ട് മറ്റൊന്ന് ജനിക്കാൻ യോഗ്യതയോടുകൂടിയതുമാണ്. ചുരുക്കത്തിൽ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സസ്യം അവിടെ വിത്ത് അല്ലെങ്കിൽ ഫലമായി, ഫലം അത് അന്നമായി, അന്നം അത് ദേഹമായി. ഇത്രയേ ഉള്ളൂ. അന്നം അവിടെ ദേഹമായി. അന്നം ദേഹമായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് അതെന്തുണ്ടായി? ആത്യന്തിക വിനാശത്തിലേക്ക് പോയില്ല. എപ്രകാരമാണോ രൂപപരിണാമം മറ്റു ഘട്ടങ്ങളിൽ ഉണ്ടായത് അതിന് സമാനമായിട്ട് ഈ ദേഹം അവിടെ ഇനിയും രൂപമാറ്റത്തിന് വിധേയമാവാൻ തയ്യാറെടുത്തിരിക്കുന്നു. അന്നഗുണങ്ങൾ ദേഹത്തിലേക്ക് സംക്രമിക്കുന്നു. അന്നഗുണം എവിടെ നിന്ന് കിട്ടിയതാ? ചെടിയുടെ ഗുണങ്ങൾ, സസ്യഗുണങ്ങളാണ് അന്നത്തിലേക്ക് സംക്രമിച്ചത്. ഇനി സസ്യത്തിന് ഏത് ഗുണങ്ങൾ? ആ ഗുണങ്ങൾ എവിടെ നിന്ന് കിട്ടിയെന്ന? പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് സസ്യത്തിന് അതിന് ദേഹം കിട്ടിയത്. അപ്പം പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് ആകാശം, വായു, ജലം, അഗ്നി തുടങ്ങി ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണല്ലോ. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ധാതുരൂപത്തില്, ലവണരൂപത്തില് ഒക്കെ ആയിട്ട് ജലം തുടങ്ങിയിട്ടുള്ള രീതിയിൽ, അതായത് വെള്ളവും വളവും ചുരുക്കം അവയായിട്ട് ഈ ഭൂമിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് മുഴുവനൊക്കെയാണല്ലോ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളുടെ അവസ്ഥാന്തരം, പഞ്ചഭൂതങ്ങളുടെ പ്രത്യേക തരത്തിലുള്ള കോമ്പിനേഷൻ കൊണ്ട് അവിടെ രൂപീകരണമുണ്ട്. സസ്യമായി അത് രൂപപ്പെടുന്നു. ആ സസ്യത്തിൽ നിന്ന് ഒരു ഭാഗം, അത്രേ നമുക്ക് പറയേണ്ടതുള്ളൂ. മുഴുവൻ സസ്യം എന്ന് പറയേണ്ട ഒരു ഭാഗം. ഇനി അത് മുഴുവൻ സസ്യമാണെങ്കിൽ പശു പുല്ല് തിന്നു കഴിഞ്ഞാൽ ആ പുല്ല് മുഴുവനും അതോടുകൂടിയിട്ട് തന്നെ അന്നമായി. അതല്ല ഇനിയിപ്പം നമ്മൾ അതിനകത്ത് അരിയാണ് കഴിക്കുന്നതെങ്കിൽ അരി നമുക്ക് അന്നമായി. അതിന്റെ വൈക്കോൽ മുഴുവൻ പശുവിനും അന്നമായി. അതുകൊണ്ട് ഈ സസ്യം ഇവിടെ ഇപ്പോൾ അവിടെ പഞ്ചഭൂതങ്ങളുടെ ഗുണം ആണ് സസ്യത്തിലേക്ക് സംക്രമിച്ചത്. പഞ്ചഭൂതങ്ങളുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞു ഈ പ്രപഞ്ചം മുഴുവൻ മാറ്റത്തിന് വിധേയമാണ്. ഒന്ന് മാറി മറ്റൊന്നിലേക്ക് മാറുക എന്ന് പറയുന്നത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉത്പത്തിയെന്നും വിനാശം എന്ന് പറയുന്നത്, അല്ലെ ജനനം മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റം എന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് മാറി മറ്റൊന്നാകുന്നു, ഇത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സസ്യം മാറി അന്നം വന്നു. ആ അന്നം ദേഹത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇവിടെ പറയുന്നു ആ ദേഹം എന്ന് പറയുന്നത് നമ്മൾ ഓർക്കുന്നേ ഇല്ല. ദിവസവും നമ്മൾ ഭക്ഷണം കഴിച്ചാലേ നമ്മുടെ നിലനിൽപ്പുള്ളൂ എന്നുള്ളത് നമുക്ക് 100% അറിയാമെന്നുണ്ടെങ്കിലും ഈ കഴിച്ച അന്നമാണ് ദേഹമായിട്ട് നിൽക്കുന്നതെന്നും അന്നത്തിന്റെ ഗുണമായിട്ടുള്ള എല്ലാ ഗുണങ്ങളും കാണിക്കാൻ യോഗ്യതയുള്ളതാണ് ഈ ശരീരം എന്നുള്ളതും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല ചിന്തിക്കാൻ എന്നുള്ളത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതാണ് അജ്ഞാനേന ആവൃതം ജ്ഞാനം എന്ന് പറയുന്നത്. അവിടെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരിക്കൽ ഈ അന്നം ദേഹത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അത് ദേഹമായിട്ട് പരിണമിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനെ അന്നമായിട്ടും പ്രപഞ്ചത്തിന്റെ ഭാഗമായിട്ടും നമ്മൾ മറ്റൊന്നിന്റെ ഭാഗമായിട്ട് പഞ്ചഭൂതങ്ങളുടെ ഭാഗമായിട്ട് അത് പരിണാമത്തിന് വിധേയമായിട്ട് നമ്മളോട് അതായത് ഈ അഹത്തിനോട് ചേർന്ന് നിൽക്കുന്നതായിട്ട് നമ്മൾ ഗണിക്കുന്നില്ല.
പകരം എന്നിലേക്ക് വന്നതോടുകൂടിയിട്ട് അത് ഞാനായി മാറി എന്നുള്ള രീതിയിൽ ഞാനാണിത് എന്നുള്ള രീതിയിലേക്ക് എടുക്കുന്നു. ഇതിനെയാണ് കർത്തൃത്വം എന്നും ഇതിനെയാണ് അജ്ഞാനം എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് ഈ പക്ഷേ ഒരിക്കലും ഞാനാണ് എന്നുള്ള അഭിമാനം ദേഹത്തിൽ വെച്ചു എന്നുള്ളത് കൊണ്ട് ദേഹം അതിന്റെ സ്വഭാവം കാണിക്കാതിരിക്കത്തില്ല. ദേഹത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളുടെ സ്വഭാവമാണത്. പഞ്ചഭൂതങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് നിരന്തരമായ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അതായത് ഉത്പത്തി വിനാശ പ്രക്രിയയുടെ ഭാഗമായിട്ട് മാത്രമേ അവ പുറത്തു നിൽക്കുന്നുള്ളൂ എങ്കിൽ ശരീരമായിട്ട് മാറിയാലും അവ പുറത്ത് തന്നെയാണ്, അകത്തല്ല എന്നുള്ളത്. അതായത് ആത്മാവിനുള്ളിലല്ല, ആത്മസംബന്ധിയായിട്ട് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ, ആത്മാവായിട്ട് നിൽക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ എന്താ, ശരീരത്തിന് വിനാശം വേണം. അത് ശരീരത്തിന്റെ ആവശ്യമാണ്. ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉത്പന്നമായതാണല്ലോ, അത് രൂപമാറ്റത്തിന് വിധേയമായതാണല്ലോ. അതുകൊണ്ട് അത് മാറാൻ ശ്രമിക്കുന്നു. ആ മാറാൻ ശ്രമിക്കുമ്പോൾ സഹായകരമായിട്ട് പഞ്ചഭൂതങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട്, ഈ പ്രപഞ്ചത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. മാറ്റത്തിന് സഹായിക്കാൻ വേണ്ടി, ഒന്നിനെ മാറാൻ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ഘടകങ്ങൾ മുഴുവൻ നിൽക്കുന്നത്. അപ്പൊ നമ്മളതിനെ നല്ല ബുദ്ധിയിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ പറയാം, ഒന്നു മാറാൻ സഹായിക്കുന്നതായിട്ട് ബാക്കിയുള്ള ഘടകങ്ങൾ മുഴുവൻ നിൽക്കുന്നു. ഇതിനെ നമ്മളൊരു അത്ര നല്ല ബുദ്ധി അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയും പറയാം. അതായത് ഒന്നിനെ സ്ഥിരമായിട്ട് നിൽക്കാൻ സമ്മതിക്കാത്ത തരത്തില് ഉപദ്രവകാരിയായിട്ട് ബാക്കിയുള്ളതെല്ലാം നിൽക്കുന്നു എന്ന് പറയാം. അപ്പൊ എങ്ങനെ നമ്മൾ ഇതിനെ സമീപിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടിരിക്കും ഇതിന്റെ കാര്യങ്ങൾ. അപ്പൊ ചുരുക്കത്തില് ഈ ശരീരം പഞ്ചഭൂതങ്ങളില്, നമ്മളിപ്പോൾ ഇവിടെ ബാക്കിയുള്ള ഈ മൂലകങ്ങളെ കുറിച്ച് ഇതിനകത്ത് 108 അത് 112 മൂലകമാണോ ഈ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും പോകണ്ട. പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന മൂലകങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്ന വളരെ ലളിതമായ ഒരു നിർവചനത്തിലൂടെ നമുക്ക് പോകാം. പൃഥ്വി, തേജോ, വായു, ആകാശം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം, ഈ പറഞ്ഞിരിക്കുന്ന ഈ 5 ഭൂതങ്ങള് നമ്മൾ മൂലഘടകങ്ങളായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ മൂലഘടകങ്ങള് ഇവിടെ ഓരോ ഘടകവും, ഇപ്പൊ അഗ്നി, അത് ബാക്കിയുള്ളതിനെ ദഹിപ്പിക്കുവാൻ പര്യാപ്തമാണ്. ജലം അലിയിപ്പിച്ച് കളയുവാൻ പര്യാപ്തമാണ്. അതേമാതിരി ഈ ഖരമായിട്ടുള്ള ഭൂമി, അപ്പം ഭൂമി ഖരമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതിലാണെങ്കിൽ ഒരു പാറക്കഷണം മുകളിൽ നിന്ന് താഴേക്ക് വീണു. ആ പോകുന്ന പോക്കില് അവിടെ കിടക്കുന്ന ചെറിയ പാറക്കല്ലുകളെ തന്നെ അത് പൊട്ടിച്ച് രണ്ടാക്കി പോകുന്നു. പോകുന്ന വഴിക്ക് ചെടികളുണ്ടെങ്കിൽ അതിനെ ചതച്ചരച്ച് പോകുന്നു. ഇങ്ങനെ പല പല കാര്യങ്ങളും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതേമാതിരി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ശരീരം ഈ പഞ്ചഭൂതങ്ങളുടെ ഈ നശീകരണ പ്രക്രിയയ്ക്ക് വിധേയമായിട്ടുള്ള ഒന്നായിട്ട് മാത്രമേ നിലനിൽക്കുക സാധ്യമായിട്ടുള്ളൂ, അല്ലാതെ മറ്റു തരത്തിലും സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ശരീരത്തിന് വിധേയമാവുന്ന നാശങ്ങളുടെ തലങ്ങൾ എന്തൊക്കെയാണ്, ആ തലങ്ങൾ ആത്മാവിനെ ബാധിക്കത്തില്ല എന്ന് പറയുന്നതാണ് അടുത്ത ശ്ലോകം. ആ ശ്ലോകത്തിൽ ഭഗവാൻ പറയുകയാണ്, നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ നചൈനം ക്ലേദയന്ത്യാപഃ നശോഷയതി മാരുതഃ. പഞ്ചഭൂതങ്ങൾ എടുത്തു. ആകാശം ആർക്കും ഉപദ്രവകാരിയല്ല. അതുകൊണ്ട് ആകാശം ഒന്നിനെയും നശിപ്പിക്കാൻ പറ്റത്തില്ല. ആകാശം അവകാശപ്രദാതൃ. ആകാശം എല്ലാവർക്കും അവകാശം കൊടുക്കുന്നതാണ്, ഇരിക്കാൻ ഇടം കൊടുക്കുന്നതാണ് ആകാശം. അതുകൊണ്ട് ആകാശം ആരെയും നശിപ്പിക്കത്തില്ല. പക്ഷെ അതുപോലെയല്ലല്ലോ ബാക്കിയുള്ള 4 എണ്ണങ്ങൾ. ആ 4 എണ്ണങ്ങൾ എന്ന് പറയുന്നതാണ് നൈനം ചിന്തന്തി ശസ്ത്രാണി. ശസ്ത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയായി. ശസ്ത്രങ്ങള് അതായത് അമ്പും വില്ലും, മറ്റേ ഈ ആയുധങ്ങൾ, ഈ ആയുധങ്ങള് വാളും ഗതയും കുന്തവും സകലതും, അവ എല്ലാ തരത്തിലുമുള്ള ഏനം ആത്മാനം ന ചിന്തന്തി. ഈ ആത്മാവിനെ ശസ്ത്രങ്ങള് ഛേദിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആത്മാവിനെ ഛേദിക്കുന്നില്ലെങ്കിൽ ആത്മാവല്ലാത്തതായിട്ട് ഇപ്പൊ എന്താ ഉള്ളത്? ആത്മാവല്ലാത്തതായിട്ടുള്ളതെന്ന് പറയുന്നത് പ്രപഞ്ചമാണല്ലോ. പ്രപഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ നമ്മളിൽ എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ പുറത്ത് നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് പൊട്ടിത്തകർന്നാൽ നമുക്കൊന്നുമില്ല. പക്ഷേ ആ കല്ല് വീഴുന്നു, നമ്മുടെ മുമ്പിലേക്ക് നോക്കുമ്പോൾ ഒരു പാറ ഉരുണ്ടു വരുന്നു. ആ പാറ ഉരുണ്ടു വന്നിട്ട് അത് വേറൊരു പാറയെ മുട്ടി അത് രണ്ടായിട്ട് പൊളർന്നു കഴിയുമ്പോൾ നമുക്കൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആ പാറ വന്നിട്ട് നമ്മുടെ കാലിലോട്ട് മുട്ടിക്കഴിയുമ്പോൾ കാലും അതേമാതിരി രണ്ടായിട്ട്
ഒടിയുന്നത് സ്ഥിതി വരുന്നു. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഇപ്പോൾ ശസ്ത്രത്താൽ ഹനിക്കപ്പെട്ടു എന്ന് പറയുന്നതിന് സമാനമായിട്ട് എടുത്തു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇത് എന്നെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് നമ്മുടെ ബുദ്ധിയിൽ പോകുന്നതെങ്കിലും ഇവിടെ ഇപ്പോഴെന്താ സംഭവിച്ചത്? അത് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ശരീരം പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ് ആ കല്ലും. അത് ഒന്ന് മറ്റൊന്നിന്റെ മേൽ വന്നുണ്ടാകുന്ന സ്പർശത്താൽ സംഘർഷത്താൽ മുട്ടുമ്പോൾ അതിന് ക്ഷതങ്ങൾ ഉണ്ടാകുന്നു എന്നർത്ഥം. ആ ക്ഷതങ്ങള് ദേഹത്തിനെ ബാധിച്ചു. പക്ഷേ ഇവിടെ ഇപ്പോൾ ആത്മാ എന്ന് പറയുന്നത് ദേഹമല്ല എന്നാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇത് ആത്മാവിനെ ബാധിക്കുന്നില്ല. ഇപ്രകാരം ഇത് ബാക്കിയുള്ള പഞ്ചഭൂതങ്ങളെയും കൂടെ ബാധകമാക്കിക്കൊണ്ടെടുത്തിരിക്കുകയാണ്. ഇപ്രകാരം ഈ ദേഹനാശത്തിന് കാരണമായ ഘടകങ്ങൾ ഒന്നും തന്നെ ആത്മനാശത്തിന് ഘടകമായിട്ട് തീരുന്നില്ല എന്നതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നതും ഇതിനടുത്ത ശ്ലോകത്തിൽ പറയുന്നതും അത് തന്നെ. നൈനം ചിന്തന്തി ശസ്ത്രാണി, ശസ്ത്രങ്ങള് ന ഏനം ചിന്തന്തി, ഈ ശസ്ത്രങ്ങളെ ഏനം ന ചിന്തന്തി, ഛേദിക്കുന്നില്ല. നൈനം ദഹതി പാവകഃ, പാവകഃ ഏനം ന ദഹതി, പാവകൻ അഗ്നി, ഏനം ആത്മാനം, ഈ ആത്മാവിനെ ന ദഹതി ദഹിപ്പിക്കുന്നില്ല. ന ച ഏനം ക്ലേദയന്തി ആപഹ, ആപഹ ജലം, ഏനം ന ച ക്ലേദയന്തി ആപഹ ജലം, ഏനം ആത്മാനം ന ക്ലേദയന്തി ച, അതായത് ജലം ഇതിനെ ആർദ്രമാക്കുന്നില്ല, നനയിപ്പിക്കുന്നില്ല, അങ്ങനെ ശോഷിപ്പിക്കുന്നില്ല എന്നർത്ഥം, അലിയിപ്പിക്കുന്നില്ല എന്നർത്ഥം. ന ക്ലേദയന്ത്യാപഹ ന ശോഷയതി മാരുതഃ, മാരുതഃ വായു ന ശോഷയതി, ശോഷിപ്പിക്കുക എന്നർത്ഥം. അതാണ് ശോഷിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറ്റടിച്ചടിച്ചടിച്ചടിച്ചതിന്റെ ഘടകങ്ങളെല്ലാം ഇങ്ങനെ പോയി കഴിയുമ്പോൾ അതങ്ങനെ വളരെ മെലിഞ്ഞു വരുന്നു എന്നർത്ഥം. അങ്ങനെയുള്ള ന ശോഷയതി മാരുതഃ, വായു വീശി വീശി ഇല്ലാതാകുന്ന തരത്തില് അത് ശരീരത്തിനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ, ആത്മാവിനെ ബാധിക്കുന്നില്ല എന്നത്. അപ്പൊ നമ്മളിവിടെ പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അപ്രകാരം ശരീരം പോകുമ്പോൾ ഞാൻ തന്നെ പോയല്ലോ എന്നുള്ളതാണ് ഇവിടുത്തെ ആശങ്ക. അപ്പൊ ഈ ഒരു ആശങ്കയുടെ നിവർത്തിക്ക് വേണ്ടിയിട്ടാണ് മുഴുവൻ നമ്മുടെ പഠനവും നടക്കുന്നത്. അതായത് ഈ പഠനം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പഠനത്തിലൂടെ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേവലം ആത്മാവിനെ കുറിച്ച് കുറച്ച് അറിഞ്ഞു അല്ലെങ്കിൽ ഈശ്വരനെ കുറിച്ച് പറഞ്ഞു എന്ന് അറിയൂ മാത്രമല്ല. പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വർഷങ്ങളായിട്ട് ഓരോരുത്തർ അന്വേഷിച്ചാൽ പോലും നമുക്ക് ഉത്തരം കിട്ടാത്തതായ സകല ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും നമുക്ക് ഈ പഠനം പൂർത്തീകരിക്കുന്നതോടുകൂടി നമുക്ക് കിട്ടും. അതായത് പ്രപഞ്ചോത്പത്തി, അതായത് നമുക്ക് മനസ്സിന് സംതൃപ്തകരമായ രീതിയിൽ നമുക്ക് ഉത്തരം കിട്ടിയിരിക്കും. അതായത് ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ നമ്മൾ ബോധിപ്പിച്ചോ, നിങ്ങൾ ബോധിപ്പിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റും കൊണ്ടുപോവാ എന്നിട്ട് നമുക്ക് നോക്കാം എന്ന് നമ്മളിവിടെ പറയേണ്ട കാര്യമില്ല. കാരണം അവരെ ബോധിപ്പിക്കണം, ആർക്കെങ്കിലും ഇത് ബോധിക്കണമെന്നുണ്ടെങ്കിൽ അവർ നല്ലതുപോലെ ഇതിന് യോഗ്യത നേടി പഠിക്കാനിരിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന രീതിയിൽ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ, നമ്മൾ പറയുന്നത് പോലെ ചിന്തിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ, അപ്രകാരം ചിന്തിച്ച് നോക്കിക്കഴിയുമ്പോൾ അത് അവർക്ക് സത്യമായിട്ട് തോന്നും. അപ്പൊ അതുകൊണ്ട് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൗകിക ജ്ഞാനം, ശാസ്ത്രജ്ഞാനം അത് സർവ്വ മനുഷ്യർക്കും അവിടെ സുലഭമായിട്ടുണ്ട്. ഇത് ആധ്യാത്മിക ജ്ഞാനം വിശേഷജ്ഞാനമാണ്. ഈ വിശേഷജ്ഞാനം എന്ന് പറയുന്നത് നമുക്ക് സ്കൂളുകളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ പഠിക്കുന്ന ജ്ഞാനത്തിന് പ്ലസ് ആണ്, അല്ലാതെ അതിന്റെ റീപ്ലേസ്മെന്റ് അല്ല. ഇത് രണ്ടും നമ്മൾ വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ഇനിയിപ്പോൾ നാളെ തൊട്ട് ഇനിയിപ്പോൾ സ്കൂളിൽ പോകേണ്ട, പകരം ഗീത പഠിച്ചാൽ മതി എന്നുള്ളതല്ല. സ്കൂളിൽ നിന്ന് പഠിക്കേണ്ടത് സ്കൂളിൽ നിന്ന് തന്നെ പഠിക്കണം, ഗീതയിൽ കൂടെ പഠിക്കേണ്ടത് ഗീതയിൽ തന്നെ പഠിക്കണം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ദബുദ്ധിയായിട്ട് പോകും. അപ്പൊ ഇതിനോടനുബന്ധമായിട്ട് നിൽക്കുന്നതാണ് അടുത്ത ശ്ലോകം. അതും കൂടെ നമുക്കിവിടെ കാണാം. അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷ്യയേവച നിത്യ സർവഗതസ്ഥാണുഹു അചലോയം സനാതനഃ. അച്ഛേദ്യഃ, ഇവിടെ ആരെ കുറിച്ചാണ് പറയുന്നത്? പ്രകൃതമായിട്ടുള്ള ആത്മാവിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അച്ഛേദ്യഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഛേദിക്കാൻ സാധ്യമല്ലാത്തത്. ഇത് തന്നെയാണ് നൈനം ചിന്തന്തി ശസ്ത്രാണി എന്ന് പറഞ്ഞത്. അപ്പൊ നൈനം ചിന്തന്തി ശസ്ത്രാണി എന്ന് പറഞ്ഞത് ആത്മാവിനെ ഇത് ശസ്ത്രങ്ങളാൽ ഛേദിക്കപ്പെടുക സാധ്യമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അതിനെ ഒറ്റവാക്കിൽ പറഞ്ഞിരിക്കുന്നു ഭഗവാൻ. അതിനാൽ അയമാത്മാ അച്ഛേദ്യഃ, ഈ ആത്മാ ഏനം, അത് തന്നെ ഏനം എന്ന് പറയുന്നു, അയം എന്ന് പറയുന്നു ഒന്ന് തന്നെ. ഏനമാത്മാ
അച്ഛേദ്യ, അല്ലെങ്കിൽ അയമാത്മാ അച്ഛേദ്യ, ഛേദിക്കുവാൻ യോഗ്യമായത് അല്ല. അന്നേരം പിന്നെ ഛേദിക്കുവാൻ യോഗ്യമായിട്ടുള്ളത് ഏതാ? ദേഹമാണ് ഛേദിക്കുവാൻ യോഗ്യമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ പ്രൊട്ടക്ഷൻ മുഴുവൻ എങ്ങോട്ട് പോകണമെന്നുള്ളത്, ദേഹരക്ഷണത്തിന് വേണം നമ്മൾ പ്രൊട്ടക്ഷൻ പോകാൻ. ആത്മരക്ഷണം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ല. കാരണം ആത്മാവിന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇതൊരു വലിയ രഹസ്യമാണ്. അതായത് നമ്മൾ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷെ നമ്മൾ ദേഹരക്ഷയ്ക്ക് വേണ്ടി ശ്രമിച്ചാൽ മതി, ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതില്ല. കാരണം ആത്മാ എന്ന് പറയുന്നത് ഭഗവാനാണ്. ഭഗവാന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതില്ലല്ലോ. പക്ഷെ മന്ദബുദ്ധികളായിട്ടുള്ള നമ്മൾ അതും ഭഗവാന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പലതും ചെയ്യും. പക്ഷേ ഭഗവാന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടും ആത്മരക്ഷയ്ക്കും വേണ്ടിയിട്ടുള്ളതല്ല, നമ്മൾ ദേഹരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭഗവത്ഗീതയൊക്കെ പഠിക്കണമെന്നാണല്ലോ പറയുന്നത്. അവിടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല ഭഗവത്ഗീത പഠിക്കുന്നത്. പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മ എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ആ സ്ഥിതി മാറി അതിൻ്റെ ആത്മാവിൻ്റെ ശരിയായ ജ്ഞാനം ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നത്. ഇത് നമ്മൾ പ്രത്യേകിച്ച് ഇതൊക്കെ നമുക്ക് കുറേശ്ശെ മാത്രമേ മനസ്സിലായി വരത്തുള്ളൂ. നമുക്ക് ഇതിനകത്ത് ഈ ആധ്യാത്മിക പഠനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരു സിദ്ധന്മാരെ കണ്ടുകൊണ്ട് സിദ്ധന്മാരെ അവിടെ നമുക്കൊരു എന്താ ഒരു നാരങ്ങ മന്ത്രിച്ച് കൈ തന്നു, ഇനി ഇത് കൈ വെച്ചാൽ മതി, എല്ലാ ദുരിതങ്ങളും പോകും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ധാരണയിലാണ് നമ്മൾ ഈ ആധ്യാത്മികത എന്നൊക്കെ പറയുന്ന മൊത്തത്തിൽ നമ്മുടെ ഒരു നിഗൂഢത വെച്ചുകൊണ്ടാണ് പോകുന്നത്. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യവഹാരമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവഹാരം എന്ന് പറയുന്നത് വളരെ വളരെ വിപുലമായിട്ടുള്ള ഒന്നാണ്. മുഴുവൻ തന്ത്രങ്ങളും അതിനകത്തുണ്ട്. അതുകൊണ്ടാണല്ലോ ഇതിന് തന്ത്രമാണിത്. മുഴുവൻ തന്ത്രങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഈ പൂജയിലും തന്ത്രം എന്ന് പറയാം, അത് തന്നെയാണ്. അതായത് തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഗൂഢോദ്ദേശത്തോടുകൂടിയുള്ള പ്രവർത്തനം എന്നുള്ളതല്ല. പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിസ്താരം നടത്താം. അവിടെ തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്തരിക്കൽ എന്നാണ്. അതായത് വിസ്തരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്ത്രത്തെ എടുത്ത് വിസ്തരിച്ചിട്ട് വളരെ വളരെ വലുതാക്കി പ്രകടമാക്കി അത് കാണിക്കലാണ് തന്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ഇവിടെ ഇപ്പോഴ് ഈ ശരീര സംബന്ധമായിട്ടുള്ളതല്ല ആത്മാ എന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേർതിരിച്ചറിയാൻ സാധ്യമാകുന്ന തരത്തില് ബുദ്ധി ജ്ഞാനത്തിലേക്ക് ഉണരുക എന്നുള്ളതാണ് ഗീതാ പഠനത്തിലൂടെ ഭഗവാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ദേഹത്തിനെ കെയർലെസ് ആയിട്ട് വിടുന്നു, എന്ത് സംഭവിക്കട്ടെ എന്നുള്ള രീതി വിടുന്നു എന്നുള്ളതല്ല അർത്ഥം. ഭഗവാൻ ഒരിക്കലും നമ്മളെ അതിലേക്ക് നമ്മളെ തള്ളിവിടത്തുമില്ല. ആധ്യാത്മികത വേണ്ട വിധത്തിൽ പഠിക്കാത്തത് കാരണമാണ് അപ്രകാരമുള്ള ചിന്തയിലേക്ക് പോയത്. അതായത് ഇവിടെ കർമ്മത്തിന്റെ മേഖലയിലെ കർമ്മ ഉപേക്ഷിച്ചുകൊണ്ട് ന കശ്ചിത് ക്ഷണമപി ജാതുതിഷ്ഠത്യ കർമ്മകൃത് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ന കശ്ചിത് തിഷ്ഠത്യ കർമ്മകൃതായിട്ട്, കർമ്മം ചെയ്യാത്തവനായിട്ട് ജാതുതിഷ്ഠത്യ കർമ്മകൃത് ന കശ്ചിത്ത് എന്നാണ് പറഞ്ഞത്. ഒരുവനാലും കർമ്മം ചെയ്യാത്തവനായിട്ട് ഒരു ദേഹാഭിമാനിക്ക്, അത് ജീവാത്മാവ് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരാൾക്ക് ഇരിക്കുക സാധ്യമല്ല. ചെയ്തു പോകും എന്നുള്ളത്. ചെയ്തു പോകുമെന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അതും കർമ്മമാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഈ പല ഭാഗത്തും പറയുന്നുണ്ട് നമുക്ക് ഇത് മറ്റുള്ളവരെ പറ്റിക്കാനുള്ള ആധ്യാത്മികതയും ഉത്കൃഷ്ടതയും ഒക്കെ നമുക്ക് കൊണ്ടു നടക്കാം. പക്ഷെ ഇത് അവനവനെ പറ്റിക്കുന്നതായിട്ട് മാറിക്കഴിയുമ്പോഴാണ് പ്രശ്നം. ഈ അവനവൻ തന്നെ ഇതിനകത്ത് പറ്റിക്കപ്പെടുന്നു. അപ്പൊ നമുക്ക് ആധ്യാത്മികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്തെങ്കിലും നേടി എന്നുള്ള ഒരു തോന്നൽ നമ്മൾ വെക്കാനേ പാടില്ല. തോന്നലല്ലോ ആധ്യാത്മികത. അപ്പം നേടി എന്നുള്ള തോന്നലും പിന്നെ ആ നേടി എന്നുള്ളതിന്മേലൊരു തോന്നലിന്മേലൊരു സംശയവും, ഇത് ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഇത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ അടുത്ത് പോകലും അവരുടെ അടുത്ത് പോയിട്ടൊരു സംവാദം നടത്തി കഴിയുമ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് അവർ പറയുന്നതും നമ്മളുടെ അറിവും തമ്മിലുള്ള യോജിപ്പില്ലാത്ത വരുമ്പോൾ നമുക്കൊരു ആശങ്കയും, അല്ലെങ്കിൽ അവരെ ആ സമയത്ത് അവർക്ക് അറിയില്ല എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ നിന്ദിക്കാനുള്ള പ്രേരണ തോന്നല്, ഇതൊക്കെ വ്യവഹാരത്തിന്റെ ഭാഗമാണ്. ഇതൊന്നും ആധ്യാത്മികതയല്ല. പക്ഷെ ഇതെല്ലാം നമ്മൾ ആധ്യാത്മികതയായിട്ട് കരുതുന്നു. ചുരുക്കത്തിലെന്ന് പറഞ്ഞാൽ രുദ്രാക്ഷത്തിന്റെ വലിപ്പം, ജഡ തുടങ്ങിയിട്ടുള്ളത് ആധ്യാത്മികതയുടെ ചിഹ്നങ്ങളായിട്ട് മാറും. ഇവയെല്ലാം വ്യവഹാരങ്ങളാണ്. അതുകൊണ്ടാണ് ശങ്കര ഈ ഭജഗോവിന്ദത്തിലൊക്കെ ഇങ്ങനെയുള്ള ജഡിലോ മുണ്ടി തുടങ്ങിയിട്ടുള്ള ശ്ലോകങ്ങളൊക്കെ കാണുന്നത്. അതായത് വ്യവഹാരത്തിന്റെ ഭാഗമായിട്ടുള്ളതിനെ മുഴുവൻ ആധ്യാത്മികതയായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കും. പക്ഷെ അതുകൊണ്ട് വ്യവഹാരത്തിന്റെ ഭാഗമായിട്ടുള്ളതിനെ
നമ്മൾ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് സ്വീകരിക്കാവൂ. കാരണം ആധ്യാത്മിക സംസ്കാരം എന്ന് പറയുന്നത് ഒന്ന്, ആധ്യാത്മിക ജ്ഞാനം എന്ന് പറയുന്നത് ഒന്ന്. സംസ്കാരത്തെ നമുക്ക് ജ്ഞാനമായിട്ട് മാറ്റുക സാധ്യമല്ല. ജ്ഞാനം നിൽക്കുന്നത് ആത്മസ്വരൂപമായിട്ടാണ് നിൽക്കത്തുള്ളൂ. ജ്ഞാനം ആത്മാവിന്റെ ഭാഗമാണ്. അതെന്ന് പറയുന്നത് പ്രകടമാവുന്ന ദേഹത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതല്ല ജ്ഞാനം. അതുകൊണ്ട് ആധ്യാത്മിക ജ്ഞാനം ആത്മാവിലെ നിൽക്കത്തുള്ളൂ. അതെ, ആധ്യാത്മിക ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം ആത്മാവിലെ നിൽക്കത്തുള്ളൂ, അത് ദേഹത്തിൽ നിൽക്കുന്നതല്ല. പിന്നെ അപ്പം ദേഹത്തിലെ ആത്മജ്ഞാനത്തിന് സമാനമായ രീതിയിൽ ചിഹ്നങ്ങളൊക്കെ നമ്മൾ കാണിച്ചുകൊണ്ട് സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള രീതിയിൽ, വ്യവഹാരത്തിന്റെ ഭാഗമായിട്ടുള്ള രീതിയിൽ, മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടൊക്കെ പലതും കാണിക്കും. പക്ഷെ വ്യവഹാരം എപ്പോഴും വ്യവഹാരം തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ആകെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആധ്യാത്മികതയിൽ നമുക്ക് ഗുരുവും നമ്മൾ തന്നെയാണ്, ശിഷ്യനും നമ്മൾ തന്നെയാണ്. ചുരുക്കത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധത പുലർത്തേണ്ടത് അവനവനോട് തന്നെയാണ് എന്നർത്ഥം. ഇതിനകത്ത് മറ്റുള്ളവൻ ആരെയും നമുക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഈ അവനവനോട് തന്നെ ഒന്ന് സത്യസന്ധത പുലർത്തിയാൽ മതി ആധ്യാത്മികയുടെ കാര്യത്തിൽ. അപ്പം ചിലർക്ക് അപ്പം ശാരീരികമായ നിത്യക്ലേശങ്ങളുണ്ടല്ലോ. അപ്പം ശാരീരികമായ നിത്യക്ലേശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇപ്പം മുട്ടിന് വേദന, സ്ഥിരം മുട്ടിന് വേദന, അല്ലെങ്കിൽ സ്ഥിരം നടുവേദന, അല്ലെങ്കിൽ സ്ഥിരം വയറുവേദന, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉടനെ തന്നെ ആധ്യാത്മികതയുമായിട്ട് കൂട്ടി യോജിപ്പിക്കും. ഉടനെ ഇതൊന്ന് ശരിയായി കഴിഞ്ഞാൽ ആധ്യാത്മിക പഠനം തുടങ്ങാമായിരുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സന്ദർഭത്തിലെന്ന് പറയുന്നത് ഈ മുമ്പ് കാണുകയുണ്ടായല്ലോ. അപ്പോൾ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ശരീരത്തിന്റെ തലത്തിൽ തന്നെയാണ് അതിന്റെ പരിഹാരവും. അപ്പോൾ ശരീരത്തിന്റെ തലത്തിൽ തന്നെയാണ് പരിഹാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിനാണ് ഈ ഔഷധങ്ങളുള്ളത്. ഏത് വിധത്തിലാണെങ്കിലും ഔഷധങ്ങൾ എല്ലായിടത്തും ഉണ്ട്. യുനാനി വേണമെന്നുണ്ട്, യുനാനി ഉണ്ട്. ഇനി അഥവാ ആയുർവേദം വേണമെങ്കിൽ ആയുർവേദം ഉണ്ട്, ഹോമിയോ വേണമെങ്കിൽ ഹോമിയോ ഉണ്ട്, പ്രകൃതി ചികിത്സ വേണമെങ്കിൽ അതുണ്ട്, റേക്കി, പിന്നെ അതല്ലെങ്കിൽ യോഗ, ഇങ്ങനെ പല പല മേഖലകളിൽ പലതും ഉണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്ഥിരമായിട്ട് വീട്ടുവഴക്ക്, സ്ഥിരമായിട്ട് ഭാര്യയും ഭർത്താവും പിള്ളേരും എല്ലാം വഴക്ക്. എന്താ വഴക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിനും ഇവരില്ല. ചിലർക്കൊന്നും വയറിനും ശരിയാവുന്നില്ല. വയറ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ദുരിതവും പീഡനവും കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ വയറിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിനല്ലേ മരുന്ന് കിടക്കുന്നത്. ഇപ്പൊ പതഞ്ജലിയുടെ ആണെന്നുണ്ടെങ്കിൽ ഉദരകൽപ്പചൂർണം വൈകുന്നേരം 1 മണിക്ക് ഭക്ഷണം കഴിഞ്ഞ ശേഷം ഒരു 1/2 സ്പൂൺ എടുത്ത് ചൂടുവെള്ളത്തിൽ കലക്കി കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടിയിട്ട് ആ കുടുംബത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങളും തീരും. ചില സന്ദർഭം നമുക്ക് പറയാൻ പറ്റത്തില്ല ഏതാണ് ഇതിന്റെ പരിഹാരം എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മള് പ്രശ്നങ്ങൾ കിടക്കുന്ന ഒരു ഭാഗത്തായിരിക്കും പരിഹാരം കിടക്കുന്നത്. ആ പ്രശ്നങ്ങളുടെ തലത്തിലാണ് ഇതിനെ നമ്മൾ ആധ്യാത്മികതയെ കൊണ്ട് പരിഹാരം കാണാൻ നമ്മൾ ശ്രമിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിവേകബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് പറഞ്ഞത് അവനവനോട് നീതി പുലർത്തുക എന്ന് പറയും. അവനവനോട് നീതി പുലർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം നേടുവാൻ ശ്രമിക്കുക എന്ന് പറയുന്നതാണ് നീതി പുലർത്തൽ. അല്ലാതെ അറിയാവുന്നത് വെച്ചുകൊണ്ട് അജ്ഞാനത്തിൽ തന്നെ തുടർന്നുകൊണ്ട് ആ അജ്ഞാനത്തിന്റെ പുറത്തുണ്ടായ ജ്ഞാനം അതിനെ ആശ്രയിക്കരുത്. ജ്ഞാനം എന്ന് പറയുന്നത് ഭഗവാനിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയാണ് ഭഗവാനിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നത്. അല്ലാതെ ഭഗവത്ഗീത മാറ്റി വെച്ചിട്ട് ഭഗവാൻ വന്നിട്ട് നമ്മുടെ അടുത്ത് ചെവി പറയുന്നു എന്നുള്ളതല്ല. ഭഗവാനിൽ നിന്ന് നേരിട്ട് ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീത, അല്ലെങ്കിൽ ഈശ്വരനിൽ നിന്ന് നേരിട്ട് ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത്. അതാണ് ഭഗവാനിൽ നേരിട്ട് കിട്ടിക്കഴിഞ്ഞു. ഇനി പിന്നെ അത് നമ്മുടെ സ്വന്തമാക്കിയാൽ മാത്രം മതി. അതിനെ ശ്രമിക്കൽ എന്ന് പറയുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുരുഷാർത്ഥമായിട്ട് സ്വീകരിക്കേണ്ടതർത്ഥം. നമ്മൾ മുമ്പൊരു ഭാഗത്തും പറയുണ്ടായി പുരുഷാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന്. അപ്പൊ അവിടെയാണ് നമ്മളോട് തന്നെ ആത്മാർത്ഥത കാണിക്കുന്നു. അപ്രകാരം ഭഗവത് വചനങ്ങൾ പഠിക്കാൻ തയ്യാറെടുക്കുമ്പോൾ മാത്രമാണ്, ഭഗവാൻ പഠിപ്പിച്ച രീതിയിൽ തന്നെ പഠിക്കാൻ തയ്യാറെടുക്കുമ്പോൾ മാത്രമാണ് ഭഗവാനെ അനുസരിക്കുന്നവനായിട്ട് മാറുക. അതുകൊണ്ട് ഭഗവാനെ അനുസരിക്കുന്നവനാണോ ഭഗവാന്റെ ഭക്തൻ, അഥവാ ഭഗവാനെ അനുസരിക്കാതെ എന്റെ ഇഷ്ടപ്രകാരം ഞാൻ ഭഗവാനെ സേവിക്കും. ഭഗവാൻ നമ്മളോട് പറഞ്ഞു ഭഗവാനെ സേവിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് ഒരു ലിസ്റ്റ് തന്നു. ആ ലിസ്റ്റ് തന്നെ അതായത് ഭഗവാൻ ഇഷ്ടം നമ്മളിപ്പം ഇപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എനിക്കിഷ്ടമുള്ളത് ഇതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ളത് ഇതൊക്കെയാണെന്ന് പറഞ്ഞു. അവിടെ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തരാനല്ലല്ലോ എനിക്കിഷ്ടമുള്ളത് നിങ്ങൾക്ക് തരും, നിങ്ങളെ കൊണ്ട് കഴിപ്പിക്കും എന്ന് പറയുന്നത് മാതിരി ഭഗവാന് ഇവിടെ ഭഗവത്ഗീത പഠിക്കുന്നതാണ് ഭഗവാൻ ഇഷ്ടമെന്ന് ഭഗവാൻ പറയുന്നതിനെ മാനിക്കാതെ അത് മാറ്റി വെച്ചിട്ട് എന്റെ ഇഷ്ടം വേറെ പലതുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ ഭഗവാന്റെ ഭക്തനായിട്ട് നമ്മളെ തന്നെ കണ്ടാൽ അത് ഭഗവാൻ എത്ര ഇഷ്ടമുള്ളതാണ് എന്ന് നമ്മൾ ചിന്തിക്കാൻ പോലും നമ്മൾ തയ്യാറാവുന്നില്ല.
അപ്പൊ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ എന്താണ്, ഭക്തിയെക്കുറിച്ചൊക്കെ നിർവചനങ്ങൾ മാറും. ആത്മരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയത്തെ. ആത്മാവിനെ ധ്യാനിക്കുക, ആത്മരൂപ അനുസന്ധാനം, ആത്മാനുസന്ധാനമാണ് ഭക്തിരിത്യഭിധീയത. ആത്മാവിനെ അനുസന്ധാനം ചെയ്യലാണ് ഭക്തി. ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭഗവത്ഗീത അതിലൂടെയാണ് ആത്മാനുസന്ധാനം, അല്ലാതെ ഭഗവത്ഗീത മാറ്റിവെച്ചിട്ടുള്ളതല്ല. ഈ തെറ്റിദ്ധാരണ നമ്മൾ ഒരിക്കലും കൊണ്ട് നടക്കരുത്. ഉപനിഷത്തും ഭഗവത്ഗീതയും മാറ്റിവെച്ചിട്ട് കണ്ണടച്ചിട്ട് ആത്മാനുസന്ധാനം അല്ലത്. കാരണം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞല്ലോ, ഈ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്നാമത്തെ നമുക്ക് ഈ പ്രമാണ സ്വീകരണം എന്നുണ്ടല്ലോ. ആ പ്രമാണ സ്വീകരണമാണ് ഈ ഭഗവത്ഗീത പഠനത്തിലൂടെയൊക്കെ നമ്മൾ സാധ്യമാക്കുന്നത്. പ്രമാണ സ്വീകരണം എന്ന് പറയുമ്പോൾ ഉപനിഷത്തും ഭഗവത്ഗീതയും എല്ലാം ഒരു ഒറ്റ സോഴ്സ് തന്നെയാണ്. അപ്പൊ അതിനുശേഷം എന്ന് പറയുന്നതാണ് പ്രതിപക്ഷ നിരാസം എന്ന് പറയുന്നത്. അതായത് പ്രതിപക്ഷ നിരാസം എന്ന് പറയുന്നത് സ്വന്തം ബുദ്ധിയുടെ വികല്പങ്ങൾ, അതായത് നമ്മുടെ തന്നെ ബുദ്ധിയിലാണെങ്കിൽ സംശയങ്ങൾ ഉണ്ടാകുന്നു, സംശയങ്ങളുടെ ദൂരീകരണം വേണം. പിന്നെ മറ്റുള്ളവർ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ നമ്മുടെ ബുദ്ധിയിലേക്ക് കടന്നു വരും, അത് സത്യമായിട്ട് തോന്നും. ഇതിനെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഉള്ളതാണ് ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ പ്രതിപക്ഷ നിരാസം എന്ന് പറയുന്നത്, അപ്പം ശ്ലോകം പഠിക്കുക എന്നുള്ളതിനകത്ത് നമുക്ക് പ്രതിപക്ഷ നിരാസങ്ങൾ ഉണ്ടാകുന്നില്ല. ശ്ലോകത്തിനെ എടുത്തു വെച്ചുകൊണ്ട് മനനം ചെയ്യുമ്പോൾ നിർദ്ദേശിച്ച വിധത്തിൽ മനനം ചെയ്തെങ്കിൽ മാത്രമേ പ്രതിപക്ഷ നിരാസം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ നിർദ്ദേശിച്ച വിധത്തിൽ മനനം ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ക്ലാസ്സുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഭഗവത്ഗീത പഠനം എന്നൊക്കെ പറയുമ്പോൾ എല്ലാം മനനമാണ്. ഇത് നമ്മുടെ ക്ലാസ് എന്ന് മാത്രമല്ല, എല്ലാ ആധ്യാത്മിക ആചാര്യന്മാരുടെയും ക്ലാസ്സുകൾ എന്ന് പറയുന്നതും അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങൾ എന്ന് പറയുന്നതെല്ലാം മനനമാണ്. ഇത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ പ്രതിപക്ഷ നിരാസം നടത്തി കഴിയുമ്പോൾ പിന്നീടാണ് ആത്മന്യവസ്ഥാനം എന്ന് പറയുന്ന നിധിധ്യാസനം വരുന്നത്. അപ്പോൾ ഇതിന്റെ പ്രക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ ഇനിയിപ്പോൾ ഒരു ഐഡിയ നമുക്ക് വെക്കാം. ഈ ഐഡിയ എന്ന് പറഞ്ഞാൽ ശാസ്ത്ര പഠനത്തിലൂടെ പ്രമാണ സ്വീകരണം ഒന്നാമത്തേത്. അത് ആ ഒരു യോഗ്യത നേടിക്കഴിഞ്ഞാൽ രണ്ടാമത്തേത് പ്രതിപക്ഷ നിരാസം, അതിലൂടെ മനനത്തിലൂടെ. അപ്പൊ പ്രതിപക്ഷ നിരാസം എന്ന് പറഞ്ഞാൽ എല്ലാവിധ സംശയങ്ങളുടെ നിവൃത്തിയും. സംശയങ്ങള് അവനവന്റെ സംശയങ്ങള് സാധ്യതയുണ്ട് എന്ന് നമുക്ക് സംശയമുള്ള പല മേഖലകളും ഇവിടെ എടുത്തു വന്നിട്ട് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നു. അത് രണ്ടാമത്തേത്. മൂന്നാമത്തേത് എന്ന് പറയുന്നതാണ് ആത്മന്യവസ്ഥാനം. ഇപ്രകാരം സംശയ വിപര്യ രഹിതം, അതിനെയാണ് പ്രയോഗം. ഇങ്ങനെയാണ് ആധ്യാത്മികതയിലുള്ള പ്രയോഗം. സംശയ വിപര്യ രഹിതമായ ജ്ഞാനം നേടി. അപ്പൊ സംശയമില്ലാത്ത, വിപര്യം എന്ന് പറയാൻ തെറ്റിദ്ധരിക്കപ്പെടാത്ത, സംശയമില്ലാത്ത, തെറ്റിദ്ധരിക്കപ്പെടാത്ത, അതായത് മറ്റൊന്ന് ഇതാണ് ജ്ഞാനം എന്നുള്ള രീതിയിൽ കടന്നു പോകാതിരിക്കുക, അതിനെയാണ് ശരിയായ ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ സംശയ വിപര്യരഹിതമായ ജ്ഞാനത്തിലുള്ള അവസ്ഥാനം, അതിലുള്ള ഇരിപ്പ്, അതാണ് ആത്മന്യവസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രവണ മനനങ്ങളാൽ സ്ഫുടം ചെയ്തെടുത്ത ജ്ഞാനത്തിലെ ഉറച്ചു നിൽക്കൽ എന്ന് പറയുന്നതിനാണ് നിധിധ്യാസനം. ഈ നിധിധ്യാസനം പൂർത്തീകരിക്കുന്നതിനെയാണ് ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്നത്. അപ്പം നിധിധ്യാസനം സ്വാഭാവിക സ്വരൂപം എന്നതുപോലെ സ്വാഭാവികമായിട്ട് പ്രയത്നം കൂടാതെ നിൽക്കുമ്പോൾ ഈ വ്യക്തി ഇപ്പോൾ ബ്രഹ്മനിഷ്ഠനായി എന്ന് പറയും. അത് ചുരുക്കത്തിൽ എന്ന് പറഞ്ഞാൽ ആത്മവിചാരം എന്ന് പറയുന്നത് അത് ഒരു ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ആ വ്യക്തിയുടെ ഭാഗമായിട്ട് നിന്ന് കഴിയുമ്പോൾ അതിനെയാണ് നിധിധ്യാസനം എന്ന് പറയുന്നത്. അതിന്റെ ഒരു പൂർണ്ണതയിൽ എത്തിക്കഴിയുമ്പോഴാണ് അതിനെ ബ്രഹ്മനിഷ്ഠ എന്നും പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വേറെ ചിലതുമൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ എന്താണ്? ഈ കർമ്മയോഗം എന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ആ കർമ്മയോഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗ്യതാപ്രാപ്തി ഉപായമാണ് കർമ്മയോഗം. അതായത് ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്നതാണല്ലോ നമുക്ക് നേടേണ്ടത്. ആ ബ്രഹ്മനിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ പ്രപഞ്ച രഹസ്യങ്ങൾ മുഴുവൻ മനസ്സിലായി കഴിഞ്ഞാൽ അതിനെയാണ് ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്നത്. വേറൊന്നുമല്ല. അതായത് പ്രപഞ്ച രഹസ്യങ്ങൾ മുഴുവനും, ആത്മരഹസ്യം എന്താണ്, മരണത്തിന്റെ രഹസ്യം എന്താണ്, ഈശ്വരന്റെ രഹസ്യം എന്താണ്, ഇത് സാധ്യമാണോ എന്ന് ഭഗവാൻ പറയുന്നത് സാധ്യമാണെന്ന്. അതിനെ അതിക്രമിച്ചുകൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ദൈവനിന്ദയാണ് കേട്ടോ. അതുകൊണ്ട്
അതുകൊണ്ട് ഇത് സാധ്യമല്ല എന്ന് പറയുന്നവർ ഓർത്തുകൊള്ളുക, ഭഗവത്ഗീത വചനത്തിന് വിരുദ്ധമായിട്ടാണ് അവരുടെ ഈ പ്രയോഗം. അപ്പൊ ഇവിടെ ഇപ്പം എന്താ കർമ്മയോഗം? കർമ്മയോഗം എന്ന് പറയുന്നതാണ് ഭക്തിയും, ഭക്തിയുടെ 2 തലമുണ്ട്. ആ ഭക്തിയുടെ ഒരു തലം എന്ന് പറയുന്നത് കർമ്മയോഗത്തിന്റെ തലമാണ്. രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് അത് ബ്രഹ്മനിഷ്ഠയുടെ. അപ്പൊ അതാണ് യോഗ്യതാപ്രാപ്തി ഉപായമാണ് കർമ്മയോഗം. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന മനനത്തിലൂടെയും നിധിധ്യാസനത്തിലൂടെയും കർമ്മയോഗത്തിലൂടെയൊക്കെ എന്താണ് ഇപ്പം അതിലൂടെ നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ അതിനെ ആ നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫലത്തെക്കുറിച്ചുള്ള അവബോധം, അതാണ് ഫലാവബോധം 1. 2 സർവ ആശങ്കാ നിവൃത്തി, ചിദ്യതേ സർവസംശയാ, ചിദ്യന്തേ സർവസംശയാ, എല്ലാ സംശയങ്ങളും അവസാനിക്കുന്നു എന്ന്. അപ്പൊ അങ്ങനെ സർവസംശയ നിവൃത്തിയും അതേമാതിരി സർവസുഖ അവാപ്തിയും, സർവ വിധത്തിലുള്ള സർവസുഖത്തിന്റെയും, സർവസുഖം എന്ന് പറഞ്ഞാൽ സമാധാനമാണ്. സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വവിധ ആശങ്കാ നിവൃത്തിയുമാണ്. മുമ്പ് പറഞ്ഞ ആശങ്കാ നിവൃത്തി ഉണ്ടല്ലോ, ആശങ്കാ നിവൃത്തി വന്നാൽ സുഖമായി, സമാധാനമായി. അതിൽ എങ്ങനെയുള്ള ആശങ്കാ നിവൃത്തിയാണ്? ഞാൻ മരിക്കുമെന്നുള്ള, എനിക്കിപ്പം സംശയമൊന്നുമില്ല, ഞാൻ മരിച്ചു പോകും എന്നുള്ള രീതിയിലുള്ള കൺക്ലൂഷനിലേക്ക് അല്ലെത്തുന്നത്. പകരം എന്ന് പറഞ്ഞാൽ ആത്മാ ഏത് നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവഹ, ആ തരത്തില് അച്ഛേദ്യോയം അദാഹ്യോയം, ഛേദിക്കാൻ സാധിക്കാത്തതാണ്, അദാഹ്യ ദഹിക്കാത്തതാണ്, അക്ലേദ്യ എന്ന് പറഞ്ഞ ഇതിനെ കുറിച്ച്, അതായത് ജലത്തിനാല് അലിയിക്കാൻ സാധിക്കാത്തതാണ്, അശോഷ്യ എന്ന് പറഞ്ഞാൽ മാരുതനാല് ശോഷിപ്പിക്കാൻ സാധിക്കാത്തതാണ്. അപ്രകാരമുള്ള നിത്യഃ സർവഗതഃ സ്ഥാണുഹു, നിത്യസ്വരൂപനാണ് ആത്മാ, സർവഗതനാണ് ആത്മാ. സർവഗതൻ എല്ലായിടത്തുള്ള സർവ്വവ്യാപി നിർത്താം, സർവ്വവ്യാപിയാണ് ആത്മാ. അതിനാൽ തന്നെ സ്ഥാണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറച്ചവനാണ് ആത്മാ. അചലഹ ഇളക്കമില്ലാത്തവനാണ് ആത്മാ. അയമാത്മാ സനാതനഃ എന്നുമുള്ളതാണ്. ഇപ്രകാരമുള്ള ജ്ഞാനത്തിലേക്ക് എത്തലാണ് ആശങ്കാ നിവൃത്തി. അത് തന്നെയാണ് ഫലാവബോധം എന്ന് പറയുന്നത്. അപ്പം ഫലാവബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എന്താണോ ആത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് അങ്ങനെ തന്നെ നമുക്ക് ബോധ്യമായി. അത് ശാസ്ത്രത്തിലൂടെ ആണ് നേടുന്നത് എങ്കിൽ കൂടിയും അത് ഒരുവന്റെ ഭാഗമായിട്ട് മാറുമ്പോഴാണ് ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്നത്.